ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, സാധാരണ കൺവെൻഷനുകളിൽ ഈ വാക്യം പറയുക വിരളമാ. എന്നാൽ ഒരു കാര്യം പറയാം, ഈ സത്യവേദ പുസ്തകത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നും ഏത് ഭാഗത്തിൽ നിന്നും എടുക്കാം. കാരണം പ്രതിപാദ്യ പുരുഷൻ ക്രിസ്തുവ. എതിലെ പോയാലും എങ്ങനെ പോയാലും വന്ന് നിൽക്കുന്നതും ചെന്ന് തീരുന്നതെല്ലാം ക്രിസ്തുവില്ല. അതുകൊണ്ട് ആ നിലയിൽ ഇന്ന് രാത്രി ദൈവോചനത്തിൽ നിന്ന് ചിന്തിക്കാൻ തന്നെയല്ല, ഈ കലയപുരം, കൊട്ടാരക്കര ഈ ദേശത്തൊക്കെ പഴയ ബെന്തിക്കോസുകാരും വേദപുസ്തകം നന്നായിട്ട് പരിചയമുള്ളവരാണ്. അപ്പം ഞാൻ അഥവാ പറയുന്ന ഭാഗമൊക്കെ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. വിശ്വാസികളും നല്ല തിട്ടമുള്ളവരാണ്. നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് വചനം കേട്ടങ്ങനെ എല്ലാവരും ബലപ്പെടാനല്ല, ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. തെറ്റുന്നുണ്ടോ, ഒക്കുന്നുണ്ടോ, എങ്ങനെ ഉണ്ട് എന്നൊക്കെ അത് എനിക്ക് നിങ്ങളുടെ നോട്ടം ഇരുമ്പം കാണുമ്പോൾ എനിക്കും അറിയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി ഒക്കട്ടെ. അപ്പോൾ വളരെ പരിചിതമായ തിരുവെടുത്ത ഈ വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് സംഖ്യാപുസ്തകം. പേര് കേൾക്കുമ്പോൾ അറിയാം, കണക്കെടുക്കുന്ന പുസ്തകമാണ്. പ്രാരംഭത്തിൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം, സകലത്തിൻ്റെയും ഉൽപ്പത്തി നിങ്ങൾക്കറിയാം, നമുക്കറിയാം. ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, മൃഗോൽപ്പത്തി, ജലോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി, എല്ലാത്തിൻ്റെ ഉൽപ്പത്തി ആ പുസ്തകത്തിലെ 50 അധ്യായം. അവിടെ അധികം വിസ്തരിക്കുന്നില്ല. 5 ദിവസം കൊണ്ട് ഭൂചരകേചര വസ്തുക്കളെ ദൈവം സൃഷ്ടിച്ച തദനന്തരം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള വേഗിയായി. കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. പള്ളിക്കൂടത്തിൽ അങ്ങനെ പഠിപ്പിച്ചത്, അത് പഠിച്ചേ കൊള്ളായിരുന്നു എങ്കിൽ അടുത്ത ക്ലാസ്സിലോട്ട് അത്രേ ഉള്ളൂ. അത് ഞാൻ എഴുതാൻ തന്നെ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് പഠിച്ചേ ഒക്കെയുള്ള കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതാണ്. അത് ലോകത്തിൻ്റെ പഠിത്തം. എന്നാൽ സത്യപൂജ പുസ്തകം പഠിപ്പിക്കുന്നതും ആമെ പഠിച്ചതും അത് അങ്ങനെ തന്നെയാ. ഇത് കുരങ്ങും പന്നിയൊന്നും രൂപാന്തരപ്പെട്ട് വന്നതല്ല. സർവജ്ഞനായ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ഞാൻ എപ്പോഴും പറയും, പിന്നെ ചിലയിടങ്ങളിൽ ചെന്ന് യോഗത്തിനൊക്കെ ഇരുന്ന് നോക്കുമ്പം ചിലപ്പോൾ ഒരു ഡൗട്ടുണ്ട്, ഇല്ല പുള്ളി പറഞ്ഞത് തന്നെയാണോ സത്യം? ആ മോന്ത തെളിയാതെയും ആ നോട്ടോ ഇരിപ്പും വളിച്ച ഇരിപ്പും ഒക്കെ ഇരിക്കുമ്പോൾ തോന്നും ഡാർവിൻ പറഞ്ഞതാകാനാ. ഇത് കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. സർവജ്ഞനായ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യന്റെ മൂക്കിൽ മോനെ നന്നായിരിക്കുന്നു. മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തനിയായിരിക്കുന്ന ആദമിന് തക്ക തുണ കൊടുക്കാൻ വേണ്ടി സർവജ്ഞനായ ദൈവം ആദമിന് ഗാഠനിദ്ര, ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്തിൽ നിന്ന് ഒരു വാരിയലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ച് സമീപ ഭാഗത്ത് കൊണ്ട് നിർത്തി. ആദാം ഉറക്കമുണർന്ന് ഹവ്വായെ കണ്ടു, അത്ഭുത ഭയ പരവശനായി പോയെന്ന്. എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച, ഹന്ത മിന്നലി ഭൂവിൽ പിണ്ടിത കൃതിയായോ, ചന്ദ്രനെ വെടിഞ്ഞിങ്ങ് ചന്ദ്രിക വരാമതോ, ആ സാന്ദ്ര സൗഭാഗ്യം എന്തൊരു നവസൃഷ്ടി എന്ന അത്ഭുതപ്പെട്ടു പോയി. നിങ്ങളിരിക്കും പോലൊന്നും അല്ല ഔവ. ഇതിപ്പം പരുവക്കേടില്ല, എന്നാലും വന്നിരിക്കുന്നല്ലോ, വലിയ കാര്യം. അത് സാറ് കൊടുത്തിരിക്കുന്നത് കേശഭംഗിയും മുഖാംബുജത്തിലാശകൻ പോലെ കളിയാടുന്ന ഞാൻ പുന്തിരി കൊണ്ട് തിരിയ ജാതിയും വയപ്പെടും അഞ്ചിതമായ ദന്തപ്രഭയും മുകുളവും പാടലാതരം മനോമോഹനം നാസികയും പേടമാനടിപണി തീടുന്ന മിഴികളും ഔവായുടെ കണ്ണും ചുണ്ടും മൂക്കും കവിളും എല്ലാം വളരെ ആകർഷകമായിരുന്നു. കാരണം അപാകത വരാൻ സാധ്യതയില്ല, ദൈവം സൃഷ്ടിച്ചതാണ്. പാടലാതരം മനോമോഹനം നാചികയും വേടമാനടിപടി തീടുന്ന മിഴികളും ഉല്ലതൽ കല്ലോലം പോലിളകും ചില്ലിയുഗം. അപ്പൊ ഔവ ഇങ്ങനെ നിന്ന് കഴിയുമ്പം ഈ കല്ലോലം പോലിളകും ചില്ലിയുഗം വന്ന എന്ന് പറഞ്ഞ് ഈ പിരിയം കല്ലോലം വെള്ളത്തിര ചെറിയ കാറ്റടിക്കുമ്പോൾ വെള്ളത്തിര ഇങ്ങനെ ഇളകി നിൽക്കുന്നത് പോലെ പിരിയം. അല്ലാതെ അതെല്ലാം കൂടെ പഠിച്ച് പറിച്ച് ഊരെ കളഞ്ഞേച്ച് തള്ള നടക്കുകയല്ല. അങ്ങനെ നടക്കുന്നവരൊക്കെ ഉണ്ട് ചിലപ്പോൾ ഇതിനകത്തും കാണും. ഉല്ലതൽ കല്ലോലം പോലിളകും ചില്ലിയുഗം, നല്ലൊരു ദാടിമത്തെ വെല്ലുന്ന ഗണ്ഡങ്ങളും. ഗണ്ഡം കവിള്, ദാടിമം മാതളം. അപ്പൊ കവിഭാവനയാ, 2 മാതളപ്പഴം എടുത്ത് വെച്ചതുപോലെ ആ കവിള് രണ്ടും തുടുത്ത്.
ലാല കവള് പൊട്ടി കണ്ണുമെല്ലാം കുഴിഞ്ഞ് പഴയ പട്ട സോഡാവ് ഇരിക്കും പോലൊന്നുമല്ല. നല്ലൊരു ദാടിമത്തെ വെല്ലുന്ന ഗണ്ഡങ്ങളും അതെ അധികം വിസ്തരിക്കുന്നില്ല. അങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ, അപാകതയൊന്നുമില്ല. സങ്കീർത്തനക്കാരൻ പാടിയല്ലോ, ഭയങ്കരവും അതിശയകരമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. നാം ദൈവത്തിന്റെ സൃഷ്ടിയാ. അങ്ങനെ ദൈവം തമ്പുരാൻ ഇവരെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി ഇവർക്ക് പ്രധാനമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തു. നിങ്ങൾക്കറിയാം, വിവാഹ ശുശ്രൂഷകൾ കർത്തദാസന്മാരൊക്കെ നന്നായിട്ട് പ്രസംഗിക്കും. പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ്. 1, തോട്ടത്തിൽ വേല ചെയ്യണം. 2, തോട്ടം കാക്കണം. 3, ഞാൻ തന്നെ പറയണോ? അതിമുതൽ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ. അതിമുതൽ കൻപേതരിച്ചോൻ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ. നിധിവരം 4 ഉറച്ച പെറ്റു പെരുകി മണ്ണിടം പകർന്നരുൾ ചെയ്ത. നിധിവരം 4 ഉറച്ച പെറ്റു പെരുകി മണ്ണിടം പകർന്നരുൾ ചെയ്ത. അതിമുതൽ കൻപേതരിച്ചോൻ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ. നിധിവരം 4 ഉറച്ച പെറ്റു പെരുകി മണ്ണിടം പകർന്നരുൾ ചെയ്ത. അപ്പോൾ സർവജ്ഞനായ ദൈവം പ്രധാനമായിട്ട് 4 കാര്യം. 1, തോട്ടം കാക്കണം. 2, തോട്ടത്തിൽ വേല ചെയ്യണം. 3, നിങ്ങൾ ഇതിനെയെല്ലാം അടക്കി ഭരിക്കണം. 4, സന്താന സമ്പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയണം, പെരുകണം. അനുസരിച്ചില്ല, കേട്ടില്ല, അംഗീകരിച്ചില്ല, ശ്രദ്ധിച്ചില്ല. എന്തിനേറെ തോട്ടത്തിൽ പാമ്പ് കയറി. ഈ അമ്മയുടെയൊക്കെ വന്ന് എനിക്ക് വന്ന് ആദ്യം നമ്പർ കൊടുത്ത് കാണും. അമ്മമ്മ ഫ്രീ ആകുമ്പോൾ എന്നെ വന്ന് അങ്ങനെ ആണല്ലോ തുടക്കം. സിസ്റ്റർ ഫ്രീ ആകുമ്പം സിസ്റ്റർ എപ്പോഴും ഫ്രീയാ. ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും എടുക്കുകയും ചെയ്ത് ചുരുക്കി പറഞ്ഞാൽ ഈ പിശാച് പാമ്പ് ഈ തള്ളയെ ചതിച്ചു. ഞാനിങ്ങനെ പറഞ്ഞ അമ്മാമ്മയും പാമ്പും. അമ്മാമ്മയും അല്ല, തോട്ടത്തിലെ അമ്മാമ്മയും കാട്ടിലെ പാമ്പ്. ഇങ്ങനെ ഞാൻ പറഞ്ഞേ, പാമ്പ് പാടി അമ്മാമ്മ ആടി. അതാ പാമ്പ് പാടി അമ്മാമ്മ ആടി. പണ്ട് വൃക്ഷങ്ങളെല്ലാം കൂടെ ചെന്ന് പറഞ്ഞു, ഒന്ന് ആടാൻ വരാമോ എന്ന്. അത്തിയോടും ചോദിച്ചു, മുന്തിരിയോടും ചോദിച്ചു, ഒലിവിനോടും ചോദിച്ചു. വിസ്തരിക്കണ്ടല്ലോ, അറിയാം. അവര് പറഞ്ഞു, ഞങ്ങളുടെ ഈ വിശേഷമായ ഫലവും രസവും ഈ ശ്രേഷ്ഠത ഇട്ടേച്ച് ഞങ്ങൾ എങ്ങും ആടാൻ വരത്തില്ല. എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാരോടും ദൈവമക്കളോടും പറയാം, നമുക്ക് ഏറ്റവും ശ്രേഷ്ഠം ഈ ശുശ്രൂഷയാണ്. ശുശ്രൂഷ ആമേ ഇട്ട്, ഈ മകനീയമായ ശുശ്രൂഷയ്ക്കിട്ട് വേറെ ഒന്നിൻ്റെ പുറകെ ആടരുത്, ആടാൻ പോകരുത്. ആമൻ ഈ ശുശ്രൂഷയാണ് ഏറ്റവും ശ്രേഷ്ഠം. കർത്താവിൻ്റെ വേലയാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇതിനകത്ത് നിന്ദകളുണ്ട്, അപമാനമുണ്ട്, ആക്ഷേപമുണ്ട്, പരിഹാസമുണ്ട്, ആമൻ ഒത്തിരി
പ്രശ്നമുണ്ട്. അങ്ങനെയാണെന്നല്ല പൗലോസം പറഞ്ഞ്, മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തി, പക്ഷേ അത് സഹിച്ചു നിന്ന് ഏൽപ്പിച്ച ശുശ്രൂഷ നീ ചെയ്യുന്നെങ്കിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുന്നൊരു സുദിനമുണ്ട്. എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ആ ഭാഗമൊന്നും എടുക്കുന്നില്ല. പാമ്പ് പാടി, അമ്മാമ്മ ആടി. എന്നാൽ ഉൽപ്പത്തി വേറൊരാളുണ്ട്, പൊത്തീഫറിന്റെ ഭാര്യ പാടി, യോസേപ്പ് പാടിയില്ല. അമ്മാമ്മയും കൊയറിലുണ്ടായിരുന്നതാ. ഏതാ? ഓ, മിണ്ടുന്നില്ലല്ലോ ആരും. അമ്മാമ്മ പാടി, പക്ഷെ യോസേപ്പ് ഓടി. അതാ, അത് തന്നെ ശരി. മുന്നോട്ട് ഞാൻ എനിക്കൊരു സഹായമാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. ദൈവം എൻ്റെ. അപ്പൊ ശ്രദ്ധിക്കുക, പാമ്പ് ആ തോട്ടത്തിൽ കയറി ചതിച്ച് വഞ്ചിച്ച് ഒടുവിൽ ദൈവം തമ്പുരാൻ ഇവരെ തോട്ടത്തിന് വെളിയിലാക്കി തീജ്വാല പോലുള്ള വാളുമൊക്കെ ആയിട്ട് കെറൂബുകളെ അവിടെ നിർത്തി. രണ്ടുപേരും ജീവിതം ആരംഭിച്ചു. കയീനും ഹാബേലും ജനിച്ചു. കയീൻ ഹാബേലിനെ കൊന്നു. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെയും സന്തതി ആദമിന് ജനിച്ചു. ശേത്ത്, ഏനോശ്, കേനാന്, മഹലേല്, യാരദ്, മധൂശലേക്ക്, ലാമക്ക്, ഇങ്ങനെ തലമുറകളുണ്ടായി. നോഹയുടെ കാലം വന്നു, ജലപ്രളയം കഴിഞ്ഞു. പിന്നെ ഈ നോഹയുടെ 3 മക്കളിൽ നിന്ന് സന്തതി പരമ്പരകൾ ഉളവായി. അങ്ങനെ പിന്നെ അബ്രഹാം ജനിച്ചു. ഷേമിന്റെ വംശത്തിൽപ്പെട്ട അബ്രഹാം ജനിച്ചു. അബ്രഹാം എന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ് ഗോത്രപിതാവ്, യാക്കോബിൽ നിന്ന് 12 ഗോത്രപിതാക്കന്മാർ. ഒടുവിൽ ഉൽപ്പത്തി പുസ്തകം 49, 50 2 അധ്യായം അവസാനിക്കുന്നത് നമുക്കറിയാം 2 മരണമാണ്. ഒന്ന് ഗോത്രപിതാവാകുന്ന യാക്കോബിന്റെ മരണം, 2 യാക്കോബിന്റെ മകനാകുന്ന യോസേപ്പിന്റെ മരണം. 2 മരണവും നല്ല മരണമാണ്. അപ്പൻ മരിക്കാൻ നേരത്ത് പിള്ളേരെയെല്ലാം വിളിച്ചു കൂട്ടി വെച്ച് പറഞ്ഞു, ഭാവികാലം സംബന്ധിച്ച് പറയാൻ കൂടി വരാൻ പറഞ്ഞു. കൊച്ചുങ്ങളെല്ലാം കൂടി ചെന്നെന്നുള്ളതാ. കൂടി വരാൻ പറഞ്ഞ കാരണം ഇതുങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കൂടുകയല്ല. അതാ, ഒന്നിച്ച് കൂടുകയല്ല. എന്തുകോസുകാരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുകയായിരുന്നേ. അയ്യോ എൻ്റെ പൊന്നിച്ചു. എന്തിക്കോസ് എല്ലാം കൂടെ പോട്ടെ, IPC എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുകയായിരുന്നേ. ഡേവിഡ് മാസ്റ്റർ ഞാൻ ആ വിഷയം പറയരുതെന്നും പറഞ്ഞാന്നോ സ്വോത്രം പറഞ്ഞ്. കരുണയുള്ള ദൈവമേ, പുള്ളി എന്നാ പുറപ്പാടാന്ന് ആയിരിക്കും. അതൊക്കെ എൻ്റെ പരുവത്തിന് കൊണ്ടുപോകും. സ്തോത്രം. ഒരു ലോക്കൽ സഭയിലുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതാ. എല്ലായിടത്തും പ്രശ്നമാണെന്നല്ല ഈ പറഞ്ഞത്, ഞാൻ ഉദാഹരണം പറയാം. ലോക്കൽ സഭ പോട്ടെ, ഒരു വീട്ടിലുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നേ ഒന്ന് വലിയ കുടുംബ പ്രാർത്ഥനയെങ്കിലും നന്നായിട്ട് നടക്കുകയല്ലേ. വെളുപ്പിനെ പാട്ട് പാടുമ്പം അപ്പനും അമ്മയും കൂടെ പാട്ട് പാടാൻ തുടങ്ങി. വെളുപ്പിനെ പിന്നെ അപ്പം പറഞ്ഞ് അവനെ വിളിക്കും, എടി അവനെ അവന് പെരക്കാത്തിരുന്ന് ഇനി പാടാൻ പോലും മിക്ക വീടുകളിലും അങ്ങനെ സമ്മതിക്കുന്നില്ല. ആട്ടെ, ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നില്ല. ഒന്നിച്ചു കൂടുക, കൂടി വരുവീൻ. ഭാവികാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിന്റെ പുത്രന്മാര് കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മുടിക്ക് ചെവി തരുമെന്നാ വായിച്ച് 49:1 മുതൽ യോസെ. പെട്ടെന്ന് ഞാനിത് പറയുമ്പോൾ എടുത്തു വെക്കണ്ട യോസെ. ഉൽപ്പത്തി 49:1 മുതൽ. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ. ഭാവികാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മുടിക്ക് ചെവി തരുവീൻ. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ. ഭാവികാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ. നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ. നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ. രൂപനെ, നീ എന്റെ ആദിജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യഫലവും. ഇത് വായിക്കുന്നതിൽ നല്ലത് വേറെ ദിവസം തന്നെ വായിക്കുന്ന നല്ലത്. അതായിരിക്കും. ആണോ? കുഴപ്പമില്ല, എന്നാലും വായിച്ചു. അതെന്നതാ? രണ്ടും കൂടെ ഒക്കത്തല്ലേ യോസിന്. അപ്പൊ നിങ്ങൾ ദൈവദാസന്മാരാരേലും വേണ്ട, നിങ്ങൾ എവിടെ ഇരുന്നു, ദൈവദാസിമാരാരേലും പാസ്റ്റർമാരുടെ ഭാര്യമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് വന്ന് വായിച്ചാൽ യോസ സൗണ്ട് നോക്കണം. ഇത് രണ്ടും കൂടെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇത്ര വായിച്ചതിന് നന്ദി. പാസ്റ്റർമാരുടെ ഭാര്യമാരാരെങ്കിലും വന്നിട്ടുണ്ടോ? ജോഡി പാസ്റ്റർമാരുടെ ഭാര്യമാരെ വന്നിട്ടില്ല. കാരണം പിള്ളേരാരിലും ചടിക്കണ കൊച്ചു പിള്ളേർ വായിച്ചാൽ ചിലപ്പോൾ ഒത്തൊന്ന് വരികയല്ല. നന്നായിട്ട് വായിക്കുന്ന പിള്ളേരാരിലും ഉണ്ടേ? യോസ് തന്നെ വായിക്കും. യോസ് അല്ല മോള് വന്ന മോള് വാ, ഓടി വാ എൻ്റെ പൊന്നച്ചു.
വായിക്കാമോ? ആ, അഥവാ തെറ്റിയാ ഞാൻ തിരുത്തിക്കോളാം, പേടിക്കുമൊന്നും വേണ്ട കേട്ടോ. മോനെ ഇവിടെ ഒരു കസേര കൊടുക്ക്, സ്റ്റേജിൽ വരുന്നോ? വേണ്ട. ആ ഇല്ല, എൻ്റെ കസേര ഇവിടെ കിടപ്പുണ്ട്, തരാം. ആ ദൈവം അനുഗ്രഹിക്കട്ടെ, ധൈര്യത്തോടെ വന്നല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, രൂപേനെ നീ എൻ്റെ ആദിജാതൻ, എന്റെ ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും ശക്തിയുടെ ആദ്യ ബലവും വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകത്തില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞ് തലമുറകളെ ഓരോരുത്തരെ വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് യാക്കോബ് ദൂത് പറയുന്ന ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. ദൈവത്തിന്റെ മഹത്വം. മോളൊന്ന് വായിച്ചു. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ, നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ. രൂബേനെ നീ എന്റെ ആദിജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യ ബലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല. ഇത് അവിടെ ഇരുന്നു. ആ കാണാമോ? വെട്ടമുണ്ടല്ലോ. പേരെന്തുവാ? ജിജി. വായിച്ചു തരണേ, പേടിക്കൊന്നും വേണ്ട. അഥവാ എന്തെങ്കിലും തെറ്റ് വന്നാൽ ഞാനത് തിരുത്തിക്കോളാം. എനിക്ക് തെറ്റ് വന്നാൽ മോളും തിരുത്തി തരണം. അപ്പം നമ്മൾ യോജിച്ച് വേണം ഇന്ന് രാത്രി പോകാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം 49-50 2 അധ്യായം 2 മരണമാണ്. ഒന്ന് ഗോത്രപിതാവാകുന്ന യാക്കോബിന്റെ മരണം, 2 തന്റെ മകൻ യോസെഫിന്റെ മരണം. 2 മരണവും നല്ലതാണ്, എല്ലാം വിവരിക്കുന്നില്ല, വിഷയത്തിലേക്ക് വരേണ്ടത് കൊണ്ട്. യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാനൊരു കാര്യം മാതാപിതാക്കളോട് പറയാ, ചാകുന്നതിന് മുന്നേ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം. വസ്തു ഉണ്ടെങ്കിൽ പാകോടം പടി, അത് വേണം എഴുതുന്ന കാലശേഷമെന്ന് വെച്ചാൽ നല്ലതാ. അങ്ങനെ മതി. ഇല്ലപ്പോഴേം പിന്നെ ഇവിടെ അടുത്ത് ഇല്ല ജോസിന്റെ ഇത് കിടപ്പുണ്ട്, നേരെ നടന്നങ്ങോട്ട് ചെന്നാൽ മതി. ഇല്ല, എൻ്റെ പേരും മറന്നു പോയല്ലോ. ആശ്രയവാന്നോ പരാശ്രയവാന്നോ? സ്തോത്രം. അപ്പോൾ പ്രായമൊക്കെ ആയി, എപ്പോഴാ പോകുന്നതെന്നറിയില്ല. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരാഴ്ച തയ്ക്കുകയല്ലെന്നും പറഞ്ഞായിരിക്കുന്നത്. പേടിക്കൊന്നും വേണ്ട, ദീർഘായുഷ്യ ദൈവം തരട്ടെ. ഇനി എന്താണെങ്കിലും കൊള്ളാം. അത് അത്യാവശ്യം വിവരമുള്ള വെണ്ടറെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതെല്ലാം നേരത്തെ ഒന്ന് എഴുതി ക്രമപ്പെടുത്തി വെക്കുന്നത് പിന്നെ നല്ലതാ. അപ്പോൾ എഴുതുമ്പം ഇങ്ങനെ കൊള്ളിച്ചെഴുതണം, എൻ്റെയും ചിന്നമ്മയുടെയും കാലശേഷം, അങ്ങനെ വെക്കാവൂ. വീട് ഒരു 10 സെന്റും നമ്മുടെ പേര് തന്നെ കാണണേ. ഇല്ലേ, ഇതെല്ലാം കൂടെ എഴുതി പിള്ളേർ പറയും, പപ്പ ഇവിടെ ഒരു ഒപ്പിട്ട് ലോൺ എടുക്കാനാ, പപ്പായ്ക്ക് കിട്ടുക, എനിക്ക് അമ്മ കാശ് കൊടുക്കരുത് ബേച്ചാ, അതിൽ കുറഞ്ഞുള്ള ലോണ് മതി. അച്ഛൻ സമ്മതിച്ച്, ബാക്കി അച്ഛൻ മതി, ഒരു ചോറ് ബന്ധമൊന്നും നെക്കിയാൽ മതിയല്ലോ. മനസ്സിലായി? ഇതെല്ലാം കൂടി എഴുതി കിടത്ത്. അയ്യോ, കുഴഞ്ഞ ഒത്തിരി കേസ് നമുക്കറിയാം. എത്ര എണ്ണം ആ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. സ്തോത്രം. ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. മക്കളെയും വിശ്വസിക്കാനൊക്കത്തില്ല, മരുമക്കളെയും വിശ്വസിക്കാനൊക്കത്തില്ല, തിരിച്ച് മാതാപിതാക്കളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം. ഒരുത്തരും വിശ്വസ്തനായിട്ടില്ല. വിശ്വസ്തനായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രം. അതാ പുസ്തകം പഠിപ്പിക്കുന്ന കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നിങ്ങളെ കാക്കും. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം നേരത്തെ ക്രമീകരിച്ചു വെക്കണം. സ്തോത്രം. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. പെന്തിക്കോസിലുമുണ്ട് അനേക ആൾക്കാർ. ശവപ്പെട്ടിയുടെ കാശ് വരെ പിന്നെ എല്ലാം മേടിച്ച് എന്നോടും കൂടെ ഒരാൾ ചുമതലപ്പെടുത്തി ആ പൊതിക്കകത്ത് വെക്കുന്ന ഭക്ഷണം ഏതൊക്കെയാണെന്ന് വരെ പറഞ്ഞേച്ചാ പോയത്. പിന്നെ ഞങ്ങളുടെ ഒരു കൊച്ചമ്മയുണ്ട്, ഒറ്റയ്ക്ക് വിശ്വാസത്തിലായിരുന്നു. മക്കള് വിശ്വാസത്തിലല്ല, മോനെ മിലിട്ടറിയിലാണ്. അപ്പോൾ അവരെ പെന്തിക്കോസുകാരെ ആരെയും വീട്ടിൽ കയറ്റുകയോ പ്രാർത്ഥിപ്പിക്കുകയോ അതിനുള്ള സാവകാശം ഒന്നും ഇല്ല. എതിരാ. കൊച്ചമ്മ നല്ല ബുദ്ധിയുള്ള കൊച്ചമ്മയാണ്. ആ അമ്മ നല്ല മിടുക്കിയാണ്, നല്ല പ്രാർത്ഥനക്കാരിയാണ്. അമ്മ വിവേകത്തോടെ ചെയ്തത് നല്ല കാര്യമാണ്. മരിക്കുന്നതിന് മുന്നേ കാര്യങ്ങളെല്ലാം എഴുതി ക്രമപ്പെടുത്തി. വക്കീലിന് ഒരു പേപ്പറ്, എൻ്റെ കയ്യിൽ ഒരെണ്ണം, മൂത്ത മോക്കൊരെണ്ണം, നാട്ടിലൊരു ജനപ്രതിനിധിയുണ്ട് പുള്ളിയുടെ കയ്യിലൊന്ന്, പെയ്ത്തോമിലൊന്ന്, എല്ലാം കൊണ്ട് കൊടുത്തു. എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ എഴുതി വെച്ചതുപോലെ കാര്യം നടത്തി. ഞാനിവിടെ ചെന്ന് അടക്കിയത്. അതുകൊണ്ട് ആരും പ്രശ്നം ഉണ്ടാക്കിയില്ല. ഇല്ലെങ്കിൽ ഇവിടെ വലിയ ഭൂകമ്പം നടന്നേനും. ഞാൻ നല്ല കാര്യമായി പറഞ്ഞു തരുന്നേ. അല്ല നീ അങ്ങനെ ഒന്നും ക്രമീകരിക്കുന്നത് തീർന്ന് എൻ്റെ അവിടെ പിന്നെ ഡെഡ് ബോഡി വെച്ച് പല പറയാനും വരുന്നു. ഉപദേശിമാരെ ഇട്ട് നാട് വഴി ഓടിക്കാനും
പാട്ടും പാടിക്കൊണ്ട് ഓടുക. കാരണം നിന്ന് പാടാൻ മേല. മെനക്കേട് ഒപ്പിച്ച് വെക്കരുതെന്നായി പറഞ്ഞത്. അമ്മ അതെല്ലാം ക്രമപ്പെടുത്തി വെച്ചു. അത് എങ്ങനെയാ ചെയ്യേണ്ടത്, അതിൻ്റെ ഭക്ഷണങ്ങളെ ക്രമീകരണം എല്ലാം കാശ് കൊടുക്കേണ്ടത് അതെല്ലാം അന്തസ്സായിട്ട് അടക്കുകയും ചെയ്തു. ചെല്ലിത് ചെയ്യാത്ത യാഗകലെന്നും പറഞ്ഞായിരിക്കുന്നത്. സൂക്ഷം നീ പോകും. പ്രസംഗിക്കുന്ന ഞാനും മരിക്കും. ഒരു ദിവസം മരണം നമ്മെ പിടികൂടും. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. ധീരസാധുക്കളും ഈ ലോകം. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന, ഓർക്കായിലെന്തൂ കൈത്തമേ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാം, ഏത് സമയത്തും മരണം നിന്നെ പിടികൂടും. മരണത്തിന്റെ കരാളഹസ്തം എന്ന് പിടികൂടുന്നതിന് മുമ്പ്, മരണത്തിന്റെ തണുത്ത കരമെന്ന് തലോടുന്നതിന് മുമ്പ് നീയും ഞാനും ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരു തലനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ പരിശുദ്ധ നാമം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ചത്തു കഴിഞ്ഞ് പ്രാർത്ഥിച്ചോ, ചൊല്ലിയോ, ചൊലുത്തിയോ, ഊതിയോ, ഉന്തിയോ, പുകച്ചോ, ആട്ടിയോ, സെൻട്രൽ പാസ്റ്റ് വന്നത് കൊണ്ടോ, കുമ്പനാട്ടിൽ നിന്ന് വന്നത് കൊണ്ടോ, ദയറായി നിന്ന് ഇറങ്ങി വന്നത് കൊണ്ടോ, വത്തിക്കാനിന്ന് ഒരെണ്ണം സ്വർഗത്തിൽ പോകില്ല. അവരുടെ കാര്യം തന്നെ പരിവക്കേടാ. സ്വർഗത്തിൽ പോകണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, 1 മൈൽ നടക്കേണ്ട, ഒരു ഭൗതിക വസ്തുക്കളും കൊണ്ട് കാഴ്ചയും വെക്കണ്ട, കയ്യും കാലും പൊക്കുകയും വേണ്ട, അലറുകയും വേണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന് ഹൃദയം തുറക്കത്തോടെ പറ, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം, ഞാനൊരു പാപിയാ, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്റെ പാപങ്ങൾ കഴുകണം. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എന്നെ വിടുവിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ രക്ഷിക്കാൻ കഴിവുള്ളവനാ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനും രക്ഷിക്കപ്പെടും. അപ്പൊ ഈ മരിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്യണം, കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം. അങ്ങനെയാണല്ലോ ദാവീദ് മരിക്കുന്നതിന് മുന്നേ ചെറുക്കനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ചാകാൻ പോവുക, പിതാക്കന്മാർ പോയ വഴി കൂടെ. മോളെ വായിച്ച് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവെടുത്ത്. നമുക്ക് അറിവുള്ള വാക്യമെങ്കിലും മോളൊന്ന് വായിച്ചോ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ. മോളെ ഇരുത്തിയെന്നോർത്ത് ജോസ് വായിക്കാതിരിക്കണ്ട, എടുത്തെങ്കിൽ ജോസിനും വായിക്കാം. ഒരു സഹായം. ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനെ കൽപ്പിച്ചത് എന്തെന്നാൽ, ശലോമോനോട് വിളിച്ച് കൽപ്പിച്ചത് എന്തെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. പിന്നെ ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായിട്ട് കടന്നു പോകുക. പിന്നെ നീ ധൈര്യം കൊണ്ട് പുരുഷനായിരിക്കണം, പിന്നെ നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിൽ നീ കൃതാർത്ഥനാകേണ്ടതിനും നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്റെ മുൻപാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിന്റെ രാജാസനത്തിൽ ഇരുപ്പാൻ. എന്ന് പറഞ്ഞാൽ ചാകുന്നതിന് മുന്നേ പിള്ളേർക്ക് നല്ല കാര്യം പറഞ്ഞാൽ ചാപ്പം ചാകുന്നത്. മക്കളോട് പറഞ്ഞു, പിന്നെ എടാ ഞാൻ പിതാക്കന്മാര് പോയ വഴി, ഭൂവാസികൾ പോയ വഴി കൂടെ പോകാം. പിന്നൊരു കാര്യം, നീ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങനെ തിരിഞ്ഞാൽ ഈ പ്രമാണം വിട്ടു പോകരുത്. കുഞ്ഞുങ്ങൾക്ക് ഇതാ കൊടുക്കേണ്ടത്. നാം ദൈവമക്കളാ, ലോകക്കാരെ പോലല്ല. നാം ദൈവമക്കളാ. നിങ്ങൾ കർത്താവിനെ സേവിക്കണം, കർത്താവിനെ ശുശ്രൂഷിക്കണം, കർത്താവിൻ്റെ വേലയ്ക്ക് ചുമല് കൊടുക്കണം. ഈ മാർഗത്തിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. യേശുവിനെ അറിഞ്ഞതാ ഭാഗ്യം. ഇന്ന് കാണുന്നതെല്ലാം ദൈവം നമുക്ക് തന്നതാ. ദൈവത്തിൻ്റെ വഴി വിട്ട്, ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് നിങ്ങൾ പോകരുത്. ഇതെല്ലാം കർക്കശമായി പറഞ്ഞു കൊടുക്കണം പിള്ളേരോട്. ഇത് യാകുമ്പോഴും കുരുക്കൊപ്പിച്ചാ എടാ അതിന് ഒരു കാരണവശാലും വഴി അവർക്ക് കൊടുക്കരുത്. അവർ വഴി എൻ്റെ കാലത്ത് ഒത്തിരി ചോദിച്ചാൽ ഞാൻ ചാകാൻ പോവാ, എന്നാലും നീ ഞാൻ ചത്താലും അങ്ങനെയുണ്ട്. കുരുക്കൊപ്പിച്ചാ യാകുമ്പോഴും
അവസാനം പിള്ളേരും പറയും അച്ചായൻ ചാകാന്തരത്തും പറഞ്ഞത് കൊടുക്കരുതെന്ന് കുരുക്കൊപ്പിക്കുന്നുണ്ടോ? ആട്ടെ, വിവരിക്കുന്നില്ല. മരിക്കാൻ നേരത്തും കുരുക്കല്ല പറഞ്ഞത്, പ്രമാണത്തിൽ നിന്നോണമെന്ന്. ഇടത്തോട്ടും വലത്തോട്ടും എങ്ങോട്ട് തിരിഞ്ഞാലും വഴി വിട്ടു പോകരുത്. അങ്ങനെ നിന്നാൽ ഒരു കുഴപ്പവും നിനക്ക് വരികയില്ല. എന്നിട്ട് ദാവീദ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മകൻ ശലോമോനോട് 2-3 കാര്യം പറഞ്ഞു. അത് നിങ്ങൾക്കറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. നിനക്കറിയാൻ മേലാത്ത 1-2 കാര്യം പറയാം. യോബാവിനെ വെറുതെ വിടരുത്. പിന്നെ ഗേരയുടെ മകൻ ശിമയി, അവനെ നീ സൂത്രത്തിൽ ഒതുക്കണം, നീ ബുദ്ധിമാനാ. പിന്നെ ബർസില്ലായുടെ മക്കളുണ്ട്, അവരോട് നീ ദയ ചെയ്യണം. ആ 2:7 വായിച്ചേ മോളെ, എല്ലാം എടുക്കാൻ നേരമില്ല. എന്നാൽ ഗിലെയാദിനായ ബർസില്ലയുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. എന്നാൽ ഗിലെയാദിനായ ബർസില്ലായുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. പിന്നെ അവൻ നിന്റെ മേശയിൽ ഭക്ഷണം കൊച്ചുങ്ങളെല്ലാം നിന്റെ മേശയ്ക്ക് നിന്ന് ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കണം. കാരണം എന്നെ അടുത്ത വാക്യം, നിന്റെ സഹോദരനായ അബ്ശാലോമിന്റെ നിന്റെ സഹോദരനാകുന്ന ഈ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് പണ്ട് ഞാൻ ഓടിപ്പോയ കാലത്ത് അവരെനിക്ക് അങ്ങനെ തന്നെ എന്നോടും പെരുമാറി ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് തന്നെന്ന്. അതുകൊണ്ട് കൊച്ചുങ്ങളോട് ദയ കാണിക്കണം. കൊണ്ട് കൊടുത്തത് എങ്ങനെയാന്ന് ശമൂവേലിന്റെ 2-ാം പുസ്തകം 19:31 17-27 വായിച്ചേ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-27. ചെറിയ കണ്ണിക, വലത്തുവശത്ത് ഏറ്റവും മേളിൽ ചെറിയൊരു കണ്ണിക കണ്ടോ മോളെ? ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഗാശന്റെ മകൻ ശോബി, ലോദേബാരിൽ അമ്മിയേലിന്റെ മകൻ മാഗീർ, രോഗേലിമിൽ നിന്ന് ഗിലെയാദിനായ ബർസില്ല എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിന് ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരയ്ക്ക, പയറ്, പരിപ്പ്, തേന്, വെണ്ണ, ആട, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ട് കൊടുത്തു. വിസ്തരിക്കാൻ നേരമില്ല. ഇതെല്ലാം ബർസില്ലായി കൊണ്ട് കൊടുത്തു. ബർസില്ലായി മരിച്ചെങ്കിലും ദാവീദ് മറന്നില്ല. ദാവീദ് മരിക്കാൻ നേരത്ത് തന്റെ മകൻ ശലോമോനെ വിളിച്ചു പറഞ്ഞു, പിന്നെ ആ ബർസില്ലായിയുടെ പിള്ളേരെല്ലാം നിന്റെ മേശയെന്ന് ഭക്ഷിക്കണം. ശലോമോനോട് മാതാപിതാക്കൾ കർത്താവിന്റെ വേലയ്ക്ക് നേവരെ നിൽക്കുകയും കൊടുക്കുന്നതിൻ്റെയൊക്കെ ദൈവം നീതിയായിട്ട് കണക്കിടും. ദൂരോട്ടൊന്നും പോകണ്ട, ഇവിടിക്കുന്നവരെ ചൂണ്ടി പറഞ്ഞാൽ പോരെ. ഞാനിതിനാ നമ്മൾ ചിലപ്പോൾ കാനഡയിലൊന്നും പോകണ്ട, ഇവിടെ കലയവരത്തുണ്ടല്ലോ, നിന്നും കാനഡ വരെ പോകുന്നേ. ചെല്ലി പറഞ്ഞു ഓസ്ട്രേലിയ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇപ്പം നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഇപ്പം മൈക്ക് ഇരിക്കുന്നുണ്ടാകും, നിങ്ങളുടെ തന്ന നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് അനുഭവം പറയാനുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് എന്നെ വിളിച്ചുകൊണ്ട് മൈക്കിൻ്റെ തന്നുകൊണ്ട് ഞാൻ അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഇതിലൊക്കെ അനുഭവസ്ഥരായി ഇവിടെ ഇരിക്കുന്നത്. മാതാപിതാക്കൾ ഉണ്മയോടെ ആമേ സന്തോഷത്തോടെ കഷ്ടതയുടെ തീച്ചൂളയിലും പ്രതികൂലങ്ങളുടെ തീച്ചൂളയിലെ കൂടെയൊക്കെ അവൻ മക്കളെയും കുടുംബത്തെ പോലും ചൊവ്വനെ നോക്കാതെ കർത്താവിൻ്റെ വേല ചെയ്തു. അതെല്ലാം ദൈവം നീതിയായിട്ട് കണക്കിട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതെല്ലാം ദൈവം അടുക്കടുക്കായിട്ട് തരുമെന്ന്. ദൈവം ഇത് മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ലെന്നാണല്ലോ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ താഴോട്ട് വായിച്ചോ മോളെ. അറിവുള്ള വാക്യമാ. കലയപുരംകാർക്ക് ദർപ്പക്കാർക്ക് ഇതെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ദൂരെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ അവരൊന്നും അറിഞ്ഞോട്ടെ മോളെ. 6:9. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നെന്നും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിക്കും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. ഞാനും നീയും സേവിക്കുന്ന കർത്താവ് അനീതിയുള്ള ദൈവമല്ല. നീ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താലും മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. ഇന്ന് രാത്രി കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഉറപ്പിച്ചും തറപ്പിച്ചും പറയട്ടെ, നിന്റെയും നിന്റെ സാധ്യതയെയും ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവരെ അവൻ മേശമേലിരുത്തുവെന്ന് ദാവീദ് മരിക്കാൻ നേരത്ത് ശലോമോനോട് പറഞ്ഞു, നിനക്ക് അറിയാൻ മേലാത്ത കാര്യമാണ്, പറഞ്ഞു തരാം. ഞാൻ നിന്റെ ഏട്ടൻ്റെ മുന്നിൽ നിന്ന് പണ്ട് ഓടിപ്പോയപ്പം ഞാൻ ബർസില്ലായി കൊണ്ട് ഭക്ഷണമൊക്കെ കൊണ്ട് തന്ന കിടക്ക, കിണ്ണം, മൺപാത്രം, പിന്നെ കോതമ്പ്, യവം, മാവ്, മലര്, അമരയ്ക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട. കൊടുക്കേണ്ടവന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കാൻ പഠിച്ചെന്നുള്ളതാണ്. അല്ലാതെ കൺവെൻഷൻ തീരുമ്പം സാമ്പാർ കല എടുത്ത് കമത്തി കാണിക്കുന്നതല്ല. അതാണോ? അങ്ങനെയാണോ? പഴം തീർന്ന് കാളാമുണ്ടിനെ മാറ്റി നിൽക്കുക, പിന്നെ അങ്ങോട്ട് ചെല്ലുകയല്ല, വേണ വെച്ച് അടിക്കും. എന്നെ നിങ്ങൾക്കെല്ലാവരും കൊണ്ട് കൊടുക്കുക എന്ന് ഇഷ്ടം പോലെ അങ്ങ് കൊടുക്കുക. ദൈവത്തിന്റെ മഹത്വം.
കിണ്ണങ്ങളും ഗോതമ്പും യവവും മുന്തിരി അത്തി എല്ലാം കൊണ്ട് കൊടുക്കുകയല്ലേ. വെണ്ണ, പാലും വെള്ളമല്ല. നമ്മൾ 1 കവർ പാല് മേടിച്ചേച്ച് 5 കവർ വെള്ളം ഒഴിച്ചേച്ചത് പിന്നെ ഇട്ട് കലക്കി ഈ ഇളാവെള്ളം പോലെ കിടക്കുന്നത്. എല്ലാവരുടെയും കാര്യമല്ല, ചിലർ നന്നായിട്ട് ചെയ്യുന്നവരുമുണ്ട്. മുഴുവൻ തൈലപ്പൊടി എടുത്തപ്പോൾ അത് കുറേയേറെ വേണം പറഞ്ഞാൽ വേവിച്ച് അതിന് കടുപ്പം ആവശ്യമാണ്. അടിച്ച് കടുപ്പത്ത് വേവി ഒരു കുടി ചെറിയൊരു കിടക്കൂ ഉണ്ണയ്ക്ക വേവിച്ചാൽ 1 കപ്പൂടെ വേവിച്ചാൻ ഇച്ചിരി കുടിച്ചേച്ച് പമ്മി നിന്ന് നമ്മളും കൂടി ഇതിനുമ്പോൾ വേവിച്ചാൽ അങ്ങോട്ട് കളഞ്ഞു വെച്ച് ഇതൊക്കെ കൊടുക്കേണ്ടതുപോലെ കൊണ്ട് മോളെ വാക്യം വായിച്ച് എല്ലാവരും കേൾക്കട്ടെ. ചൊവ്വിന് കേൾക്കല്ല എങ്ങനെയാ കൊടുത്തെന്ന്. 17-27 മുതൽ വായിച്ചേ. ദാവീദ് മഹനീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് ആകാശിന്റെ മകൻ ശോഭി, പിന്നെ ലോദേബാരിൽ നിന്ന് അമ്മിയേലിന്റെ മകൻ മാഹീർ, പിന്നെ രൊഗേലിമിൽ നിന്ന് ഗിലെയാദനായ ബർസില്ലായി എന്നിവർ കിടക്കകള് കിണ്ണം മൺപാത്രം ദാവീദിനോട് കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ഇതെല്ലാം സാധനമാണ്. നമ്മൾ 2 ഉണക്കച്ചപ്പാത്തി കൊടുത്തേച്ച് അടിക്കുന്ന ഹീർവാണം. അപ്പാത്തി ഇങ്ങനെ നിൽക്കുക, തങ്കച്ചെന്നാടെ താമസിച്ചെന്ന് ചോദിച്ച്. ഞാൻ തമാശൊന്നും പറഞ്ഞതല്ല. ഇഷ്ടംപോലെ സാധനം കൊണ്ട് കൊടുത്ത് ഇഷ്ടംപോലെ കഴിക്കാൻ പറഞ്ഞു. ദൈവത്തിന് മകത്ത് കൊണ്ട് കൊടുക്കുക. കർത്താവിൻ്റെ നാമത്തിലല്ലേ ചെയ്യുന്നേ. അതൊക്കെ ദൈവം കുറിച്ചു വെക്കുമെന്ന് മലാക്കി പുസ്തകത്തിൽ എഴുതിക്കുന്ന സ്മരണയുടെ പുസ്തകമുണ്ടെന്ന്. നീ ചെയ്യുന്നതെല്ലാം അവിടെ ആമെ കുറിച്ച് വെച്ചിരിക്കുക. സമയമാകുമ്പോൾ അത് പുസ്തകം തുറക്കും, തരും. അങ്ങനെയാണല്ലോ സംഭവിച്ചത്. രാജാവിന് രാത്രി ഉറക്കം വരുന്നില്ല. പുള്ളി തിരിഞ്ഞും പറഞ്ഞ് കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല. ഇന്നാന്നേ നമ്മൾ മൊബൈൽ എടുത്തുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കാട്ടിയ കുറച്ചൊക്കെ രക്ഷപ്പെടാം. അന്ന് മൊബൈൽ ഇല്ലല്ലോ. പുള്ളി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഉറക്കം വരുന്നില്ല, ആകെ പ്രശ്നമായി. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യുക, ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരാൻ. അപ്പം ഡെയിലി ഡയറി അത് കൊണ്ടുവന്ന് പുള്ളി ഇങ്ങനെ താള് മറിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഹെഡിങ്ങിൽ എഴുതിയേക്കുന്ന മൊർദെഖായി എന്ന ആ ഭാഗം അങ്ങോട്ട് വായിച്ച് ഏതാണ്ട് വെളുപ്പാകുക. അപ്പോൾ തന്നെ കയ്യേറ്റം ചെയ്യാമെന്ന ബിഗ്ധാന ശേരസ് 2 പേര് കയ്യേറ്റം ചെയ്യാമെന്ന കാര്യം പടിവാതുക്കൾ ജാഗരിച്ച് കിടന്ന മൊർദെഖായി അവൻ ന്യൂസ് തന്നു. അതിൻ്റെ വെളിച്ചത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ചപ്പോൾ അന്വേഷണം നടത്തിയപ്പോൾ കൃത്യമാണെന്ന് തെളിഞ്ഞു. അങ്ങനെ ആ കയ്യേറ്റം ചെയ്യാമെന്നവരെ കയ്യേറി അവരെ തൂക്കിക്കളയുകയും ഒക്കെ ചെയ്തു. ആമൻ പിന്നെ ഒപ്പ്. പക്ഷേ ചെയ്ത ഇത് അറിയിച്ച പുള്ളിക്ക് പ്രതിഫലമൊന്നും കൊടുത്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ ചിന്ത അപ്പോൾ ഒരു 4:45 വെളുപ്പിനെ പുള്ളി ഡെയിലി ഡയറി വായിച്ചപ്പോളേ പുള്ളി പുസ്തകം അവന് എഴുതിയിട്ട് സാധാരണ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും തിരിച്ചു കൊടുക്കുമ്പോൾ അത് പ്രത്യുപകാരം ചെയ്യുമ്പോൾ എഴുതുക. ഇത് എഴുതിയിട്ടില്ല, അവിടെ ഒപ്പം നിർത്തിയിട്ട് പിന്നെ ഒന്നുമില്ല. അന്നേരം മറ്റേ കക്ഷി വാതുക്കൽ മൊർദെഖായിക്കെതിരെ അപേക്ഷയെല്ലാം എഴുതി ചുരുട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക. വെളുപ്പിനെ ഉറക്കാളച്ച് സ്തോത്രം. ഇങ്ങേരകത്ത് കിടന്ന് ദിനവൃത്താന്തം വായിച്ചോ എന്ന് ഈ പൊട്ടൻ അറിഞ്ഞില്ല. യവന് പെമ്പിളയുടെയും കൂട്ടരുടെയും വാക്ക് കേട്ട് 50 മുഴ ഉയരമുള്ള കഴുകുമരെല്ലാം ഒരുക്കിയേച്ച് അപേക്ഷയെല്ലാം എഴുതി രാജാവ് വെളുപ്പിനെ എഴുന്നേറ്റാണ് ഇതങ്ങ് കൊടുക്കാൻ നിൽക്കുക. പുള്ളി ചുരുട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക. ഈ പൊട്ടൻ അറിയുന്നുണ്ടോ പുള്ളിക്ക് ദൈവം ഉറക്കം തടഞ്ഞേച്ച് ദിനവൃത്താന്ത പുസ്തകം വായിപ്പിക്കുകയാണ്. നീ അറിയാതെ നിനക്ക് വേണ്ടി ദൈവം ചെയ്യും. നീ ജാഗരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം മറുതലത്തിൽ യുദ്ധം ചെയ്യുമെന്നായി പറഞ്ഞത്. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുമെന്ന്. രാജാവ് ഉറക്കമെല്ലാം അളച്ച് വായിച്ചേച്ച് പുസ്തകം മടക്കി വെച്ച് പറഞ്ഞ് ആരവിടെ? ഇയാൾ വാതിക്കെ നിൽക്കുക. ചാടി അകത്തിയെന്ന് ഞാനുണ്ടെന്ന്. പുള്ളി വായിച്ചതിന്റെ വെളിച്ചത്തിലാ ചോദിച്ചത്. രാജാവ് ബഹുമാനിക്കുന്ന പുരുഷന് ഈ വട്ടനോർത്ത് എന്നെ ആയിരിക്കും ബഹുമാനിക്കുന്നെന്ന്. അയ്യോ, രാജാവിൻ്റെ കുതിരപ്പുറത്ത് കയറി രാജവസ്ത്രമൊക്കെ ധരിപ്പിച്ച് രാജപതികളെ കൂടി ഇങ്ങനെ വിളിച്ച് പറയിപ്പിക്കണം. രാജാവ് ബഹുമാനിക്കുന്ന പുരുഷൻ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഉടനെ മറുപടി, ഇത് ഒന്നും കുറയാതെ മൊർദെഖായി ചെയ്തേച്ച് 9:30 ആകുമ്പോൾ വരാൻ പറഞ്ഞു. എൻ്റെ ഭാഷ പറഞ്ഞാൽ പുള്ളി 90 പോയത്. ഇങ്ങോട്ട് 45 കണ്ടാ വന്നേ. 90 പോയി. പെമ്പള പറഞ്ഞ് അവൻ ഏകൂതനാന്നേ നീ ജയിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന നിന്നെ ഒരുത്തനും തൊടുകയല്ല.
നീ കേസിന് പോകരുത്, കോടതിക്ക് പോകരുത്, വഴക്കുണ്ടാക്കാൻ പോകരുത്, പുക്കാറുണ്ടാക്കാൻ പോകരുത്, വക്കീലിനെ പിടിക്കാൻ പോകരുത്, അവൻ രാഷ്ട്രീയക്കാരുടെ പുറകെ പോകരുത്, MLA യുടെ MP യുടെയും പഞ്ചായത്ത് മെമ്പറുടെ ഒന്നും പുറകെ, അവരൊക്കെ അവരെ ഏൽപ്പിച്ച കാര്യം ചെയ്തോട്ടെ. ഇതിൻ്റെ ഒന്നും വാലെ പിടിച്ച് നീ നടക്കരുത്. ഓരോരുത്തൻ്റെ പുറകെ നീ പോകരുത്. നീ ചെയ്യേണ്ട കാര്യം മുഴങ്കാലും മേലിരിക്കണം. നീ പ്രാർത്ഥനയിൽ പോരാടണം. കാരണം അങ്ങനെ പോരാടുമ്പോൾ രാജാക്കന്മാരുടെ ഹൃദയം യഹോവകടയിൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിക്കും. അടിച്ച് ദൈവം തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുമെന്ന്. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആമൻ ദാവീദ് പറഞ്ഞു, ബിർസില്ലായി ഉണ്ടല്ലോ എനിക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടു തന്ന എൻ്റെ പിള്ളേരെ നീ അങ്ങനല്ലേ മോളെ, അവരെല്ലാം നിന്റെ മേശമേൽ ഭക്ഷിക്കണം. വായിച്ചു 2-ാം അധ്യായത്തിന്റെ 1 മുതൽ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ന്റെ 1. ദാവീദിന്റെ മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചു. അതിന്റെ എല്ലാ വാക്യവും വായിക്കേണ്ട. 4-ാം വാക്യം മുതൽ വായിച്ചു. മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന്. അപ്പൊ ഇവിടെ പറയുക 7-ാം വാക്യം മുതലല്ലേ വായിച്ച, ബർസില്ലായിയുടെ മക്കളോട് നീ ദയ ചെയ്യണം. 7 അവർ നിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ. നിന്റെ സഹോദരൻ അവർ നിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ. ഞാൻ ഈ വാക്യമൊക്കെ വായിച്ച് ദൈവത്തെ ഒന്നുകൂടെ മഹത്വപ്പെടുത്തുകയും എന്റെ ഉള്ളും ഇങ്ങനെ സന്തോഷിക്കുക. ബർസില്ലായി എന്തുവാ കൊണ്ട് കൊടുത്തത്? ഒന്നുകൂടെ വാക്യം വായിച്ചേ മോളെ. എന്നാൽ ഗിലെയാദിനായ ബർസില്ലായി അല്ലല്ല 17-ന്റെ 27 ബർസില്ലായി കൊണ്ട് കൊടുത്തത്. ഷൗമേലിന്റെ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിന് കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ കോതമ്പ്, ദാവീദിനും കൂടെയുള്ള ജനത്തിന് ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വചനത്തിലൊക്കെ നല്ല തിട്ടവും ആഴവും ഒക്കെ ഉള്ളവരായതുകൊണ്ട് ആ നിലയിലും കൂടെ ഒന്ന് പോകുന്നത്. ദാവീദിന്റെ കഷ്ടതയുടെ തീച്ചൂളയിൽ കൊണ്ട് കൊടുത്തത് ഭക്ഷണമാ. കോതമ്പ്, യവം, മാവ്, മലര്, അമരയ്ക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട. ദാവീദ് ഇത് മറന്നില്ല. ബർസില്ലായി പോയുമില്ല. ബർസില്ലായിയുടെ മക്കളുടെ കാലം വന്നപ്പോൾ ദാവീദ് മരിക്കാൻ നേരത്ത് ശലോമോനെ വിളിച്ചേച്ച് പറയാ, മോനെ ശലോമോനെ, എൻ്റെ കഷ്ടതയുടെ തീച്ചൂളയിൽ അവരെനിക്ക് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തന്നു, നിനക്കത് അറിയത്തില്ല, ഞാൻ അനുഭവിച്ചതാ. ആ കൊച്ചുങ്ങളെല്ലാം നിന്റെ മേശമേൽ ഇരിക്കണം. നിന്റെ മേശ. ശലോമോന്റെ മേശ എങ്ങനെ? അതാ വിഷയം. വായിച്ചേ മോളെ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിന്റെ 22 മുതൽ വായിച്ച ശലോമോന്റെ മേശ എങ്ങനെയാണ്? നമ്മുടെ മേശ പോലെ ആന്നോ? ഭയങ്കര മേശ. ശലോമോന്റെ നിത്യ ചെലവ് ഡെയിലി ദിവസം 1. ഇങ്ങോട്ട് നോക്ക് മാമേ, ഇങ്ങോട്ട് നോക്ക്. കുനിഞ്ഞിരുന്നിട്ട് വായിക്കുന്നില്ല, പിന്നെ എന്തിനാ? ഇങ്ങോട്ട് നോക്ക്. എല്ലാരും ഞാറ് നടന്ന പോലെ കിടന്ന ഞാൻ ആരോട് പറയാനാ? ശലോമോന്റെ നിത്യ ചെലവ് ഡെയിലി വായിച്ച മോളെ. ദിവസം 1 30 പറ നേരിയ മാവ്. അവിടോട്ടാ പിള്ളേരെ വിളിക്കുന്നത്. ദിവസം 1 30 പറ നേരിയ മാവ് എന്ന് പറഞ്ഞ അപ്പം ചുടുന്ന ടൈപ്പ്, തരിയില്ലാത്തത്. പിന്നെ 60 പറ സാധാരണ മാവ് 60 പറ. നമ്മൾ 1 കിലോ പൊടി കൊണ്ട് 80 ചപ്പാത്തി എത്രയും കനക്കുറച്ചുണ്ടാക്കുമോ എന്നുവെച്ചാ ഇരിപ്പൊക്കെ കണ്ട 60 പറ മാവ് സാധാരണ മാവ്. മാനുമുണ്ട്, ഇളമാനുമുണ്ട്. മ്ലാവ് കണ്ടിട്ട് പോലുമില്ല നമ്മള്. ചിലര് കണ്ടിട്ടുണ്ട്, അത്ര പറയുന്നുള്ളൂ. ഇളമാനുണ്ട്, മാനുണ്ട്, പിന്നെ മ്ലാവ്, പിന്നെ പുഷ്ടി വരുത്തിയ പക്ഷികൾ. പുഷ്ടി വന്നെന്നല്ല, എനിക്കൊന്ന് ബ്രോയിലർ കോഴിയാണെന്ന് തോന്നുന്നു. അതിനല്ലേ പുഷ്ടി വരുത്തുന്നേ. മറ്റേതിന് പുഷ്ടി വരുത്തണ്ട, അത് പുഷ്ടി വന്നോളും. മറ്റേതിന് നമ്മൾ കൂട്ടിനകത്തിട്ട് പുഷ്ടി. അപ്പൊ അന്ന് ഉണ്ടായിരുന്നതല്ല പുഷ്ടി വരുത്തിയ പക്ഷികള് എന്നിവ കൂടാതെ ഇത് കൂടാതെ തടിപ്പിച്ച 10 കാളയും കിടക്കുന്നു. പിന്നെ മേച്ചിൽ പുറത്തെ 20 കാളയും മേഞ്ഞു കിടക്കുന്നത്, അല്ലാതെ വെട്ടുവാദം വന്ന് കിട്ടുവന്നിരിക്കുന്ന ഒന്നുമല്ല.
നമുക്ക് പശുവിനെ അതിന് എന്തോ ഒരു അപാകതയുണ്ട്. ഒരു കാര്യം നമുക്ക് മാസയോഗത്തിന് കണ്ടിക്കാം, വിട്ടുവാദം വന്നതിനെ. അപ്പോൾ ഇതങ്ങ് കൊടുത്തെന്ന് പേരും ആകും കൂടെ അങ്ങ് തന്നെയല്ല, പ്രാർത്ഥനയാലും സ്തോത്രത്താലും എല്ലാം ഈ വിളച്ചിലെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ 100 ആടും ആയിരുന്നു. ഡെയിലി ചെലവാ. നമ്മളൊരു കോഴിയെ മേടിച്ച് 7 പേര് കഴിച്ച് ബാക്കി ഫ്രിഡ്ജിലും വെച്ചു, 2 ദിവസം കഴിഞ്ഞാലും അത് ഞാനാണ് സഹോദരിമാരില്ല എന്നെ ഇങ്ങനെ സ്പർദ്ധിച്ച് നോക്കുന്നത്. ശലോമോന്റെ നിത്യ ചെലവാ. യവരുടെ അപ്പം കൊണ്ട് കൊടുത്തത് ഗോതമ്പ് യവവും മാവും അമരക്കായും പയറുമൊക്കെയാ. ഇത് മറന്നില്ല, കുറിച്ചു വെച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദാവീദ് മരിക്കുന്ന സമയത്ത് പറക, പിന്നെ കൊച്ചുങ്ങളെല്ലാം നിന്റെ മേശയ്ക്ക് നിന്ന് ഭക്ഷിക്കണം. അവന്റെ മേശയിലെ ഒരു ദിവസത്തെ പരിപാടിയായത്. സ്തോത്രം. തന്തിരുനാമത്തിനായി മണ്ണിൽ നിന്നക്കൽ സാക്കിച്ചവരെ, തന്തിരുനാമത്തിനായി മണ്ണിൽ നിന്നക്കൽ സാക്കിച്ചവരെ, തിരുസന്നിധം ചേർത്തുടൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ, തിരുസന്നിധം ചേർത്തുടൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ, പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ, അധികമില്ലിനിയോ നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയോ നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നീയും നിന്റെ സന്തതിയും നിന്റെ കുടുംബവും കർത്താവിന്റെ വേലയ്ക്ക് ചുമല കൊടുത്തുവാൻ, അവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിവരാൻ നിന്നാൽ അവനത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. നിന്നെയും നിന്റെ സന്തതിയെയും അനുഗ്രഹിക്കുന്ന, ആദരിക്കുന്ന, മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവം വിശ്വസ്തൻ ആട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ അങ്ങ് നിന്നു പോകും. ഉൽപ്പത്തി പുസ്തകം 2 മരണം നല്ല മരണമാണ്. 2ാമത്തെ മരണം യോസേപ്പിന്റെ മരണം. യാക്കോബ് മരിക്കുന്നതിന് മുന്നേ പിള്ളേരുടെ കാര്യമെല്ലാം പറഞ്ഞിട്ട് കാലെടുത്ത് കട്ടിലെ വെച്ച് പ്രാണനെ വിട്ട് പിതാക്കന്മാരോട് ചേർന്നു. യോസേപ്പ് മരിക്കുന്നതിന് മുന്നേ സഹോദരന്മാരോട് പറഞ്ഞു, പിന്നെ ഞാൻ മരിക്കാൻ പോവുക, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രയീമിൽ നിന്ന് നിങ്ങൾക്ക് പുറപ്പാടുണ്ട് കനാനിലേക്ക്. അങ്ങനെ നിങ്ങൾ കനാനിലോട്ട് പോകുമ്പോൾ എൻ്റെ അസ്ഥിയും കൂടെ അങ്ങ് കൊണ്ടുപോകണം. കാരണം ഞാൻ ഇവിടെ 10-80 ചില്ലുവാനും കൊല്ലം ജീവിച്ചെങ്കിലും ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാ. ഞാൻ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നെങ്കിൽ ഇവിടുത്തുകാരല്ല, നമ്മൾ അവിടുത്തുകാരാ. അപ്പൊ ആ രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതവും പ്രകൃതിയും സംസാരവും നോട്ടവും ഇടപാടും എല്ലാം നമ്മൾ അവിടുത്തുകാരാ. ഇത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ 2 അധ്യായം ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുക, 50 അധ്യായം. പിന്നെ പുറപ്പാട് പുസ്തകം, അത് ദൈവജനത്തിന്റെ പുറപ്പാടാ, വിസ്തരിക്കണ്ട. ലേവിയ പുസ്തകം എന്ന് പറഞ്ഞാൽ പുറപ്പെട്ട ജനത്തിന്റെ ആരാധനയുടെ ക്രമീകരണം, ആരാധനയുടെ നിയമങ്ങൾ. ഇങ്ങനെ ആരാധിക്കുന്നവരെ ദൈവം എണ്ണി തിട്ടപ്പെടുത്തും. അതാണ് സംഖ്യാപുസ്തകം. എന്നെയും നിങ്ങളെയും ദൈവം എണ്ണി വെച്ചിരിക്കുക. നമ്മളെ മാത്രമാണോ തലമുടി പോലും എണ്ണി വെച്ചിരിക്കുക. ഇന്ന് രാവിലെ എത്ര മുടി പൊടിഞ്ഞെന്ന് നമുക്കറിയത്തെങ്കിലും അറിയുന്നവന് ഉയരത്തിലുണ്ട്. നിനക്കൊരു ദോഷവും വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ എണ്ണിയിട്ടുണ്ട്, നിന്റെ തലമുടി എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നിനക്കുള്ളതിനെല്ലാം എണ്ണുന്നൊരു ദൈവമുണ്ട്. ദൈവം നമ്മളെ എണ്ണി വെച്ചിരിക്കുക. ഉടൽച്ചകളെയും ദൈവം എണ്ണും, എല്ലാം ദൈവം എണ്ണി വെച്ചിരിക്കുക. അതാ സംഖ്യാപുസ്തകം. അടുത്തത് ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകത്തിന്റെ പേര് കേൾക്കുമ്പോൾ അറിയാം, ആവർത്തനമെന്ന എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങളൊന്നുമില്ല, പഴയ കാര്യങ്ങളൊന്നുകൂടെ ഒന്ന് ആവർത്തിക്കുക, ഓർപ്പിക്കുക. അതെന്തിനാ? മറവിയുള്ളത് കൊണ്ട്. മറവിയുണ്ടോ? പിന്നെ മറവിയുണ്ട്. എങ്ങനെ? അങ്ങനല്ലേ പുസ്തകത്തിലെ വാക്യം, അവർ വേഗത്തിൽ അവന്റെ പ്രവർത്തികളെ മറന്നു കളഞ്ഞെന്ന. അപ്പോൾ മറന്നുപോയവരെ ഓർപ്പിക്കാൻ ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകത്തിലെ വാക്യശകലമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇസ്രായേലെ കേൾക്ക, ഇസ്രായേലെ ഓർക്ക, ഇസ്രായേലെ ശ്രദ്ധിക്ക, ഇസ്രായേലെ മറക്കരുത്, ഇസ്രായേലെ ആമേ ശ്രദ്ധ വെച്ച് കേൾക്കുക, ഇസ്രായേലെ ചെവി ചായ്ക്കുക. ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ നടത്തിയ വിധങ്ങളൊന്നും മറക്കരുത്, ദൈവം പുലർത്തിയതൊന്നും മറക്കരുത്, ദൈവം നടത്തിയ വഴികളൊന്നും മറക്കരുത്. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയ്ക്ക് നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം നൽകുന്നവൻ അവൻ നല്ലവനല്ലോ,
നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്വീ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. കാത്തു കൃപകീ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കാത്തു കൃപകീ കാലം മുഴുവൻ നീ കൈവിടാതെ. കലങ്ങിയുള്ളം നീറും നേരം, കലങ്ങിയുള്ളം നീറും നേരം അരികിൽ വന്നേകി ആശ്വാസം, അരികിൽ വന്നേകി മമ മണാള നിൻ പ്രേമത്താലേ. മമ നിറയും നേയനുള്ള ഈ നേരം, നിറയും നേയനുള്ള ഈ നേരം മമ മണാള നിൻ പ്രേമത്താലേ. മമ നിറയും നേയനുള്ള ഈ നേരം, നിറയും നേയനുള്ള. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവം നടത്തുന്ന വിധങ്ങളൊന്നും മറക്കരുത്. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതാണ് ആവർത്തന പുസ്തകം. ആട്ടെ, സംഖ്യാപുസ്തകം ഞാൻ പറഞ്ഞല്ലോ, എണ്ണമെടുക്കുന്ന പുസ്തകം, എണ്ണിത്തിട്ടപ്പെടുത്തിയ പുസ്തകം. 2 സ്ഥലത്ത് വെച്ച് വരെ എണ്ണിയെന്ന ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ മോളെ. സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിന്റെ 63, 64 വാക്യം. ആണ്ടാ ചെറിയ കണ്ണിക വായിച്ചേ. സംഖ്യാപുസ്തകം അത് തന്നെ. എരികോവിന് സമീപത്ത് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ, 2 സ്ഥലത്ത് വെച്ച് എണ്ണിയപ്പോൾ മോശയ്ക്ക് പുരോഹിതനാകുന്ന എലയാസർ എണ്ണിയവർ ഇവര് തന്നെ. മേളിൽ തന്നെ കണക്ക് കൊടുത്തിട്ടുണ്ട് മുകളില്. അതായത് ഇവര് തന്നെ. അടുത്തത്, എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവരെണ്ണിയവരിൽ ഒറ്റയൊരുത്തനും രണ്ടാമത് എണ്ണിയപ്പോ കണ്ടില്ല. അപ്പൊ ആദ്യം എണ്ണിയത് മോശയും അഹരോനും കൂടെ കൂടി. രണ്ടാമത് എണ്ണിയപ്പോൾ മോശയും എലയാസർ അല്ല, അത് അവിടെ തിരിച്ച് മേളിലും താഴെ എഴുതിക്കൊണ്ട. അതല്ല ഓർഡർ ഇങ്ങനെ. അതവിടെ അങ്ങനെ എഴുതിയപ്പോൾ ചിലർക്ക് ഇതായിരുന്നു ഓർഡർ അല്ല. ആദ്യം എണ്ണിയത് മോശയും അഹരോനും, രണ്ടാമത് എണ്ണിയത് മോശയും എലയാസറും. ആദ്യം എണ്ണിയത് ചെങ്കടൽ കടന്നങ്ങോട്ട് മുൻപോട്ട് വന്നപ്പോൾ, രണ്ടാമത് എണ്ണുന്നത് യോർദാൻ കടക്കുന്നതിന് മുമ്പ്. ആദ്യം എണ്ണിയത് എൻ്റെ ഭാഷ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് എണ്ണി. രണ്ടാമത് എണ്ണിയത് കനാനി പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് എണ്ണി. ആദ്യം എണ്ണിയപ്പോൾ എണ്ണിയവരിൽ ഒറ്റയൊരുത്തന് ഒടുക്കം എണ്ണിയപ്പം കണ്ടില്ല, എണ്ണിയ പുള്ളിയില്ല. രണ്ടാമത് എണ്ണിയപ്പോൾ അഹരോനില്ല. ഇതിനിടയ്ക്ക് അഹരോൻ ഹോർ പർവ്വതത്തിൽ വീണ് മരിച്ചു. അഹരോന്റെ മകനാകുന്ന എലയാസറിന്റെ വസ്ത്രമെല്ലാം ധരിപ്പിച്ച് ശുശ്രൂഷയ്ക്കാക്കി. അതുകൊണ്ട് രണ്ടാമത് എണ്ണാൻ വന്നപ്പോൾ അപ്പനില്ല, മകനാ വന്ന് എണ്ണാൻ നിൽക്കുന്നത്. മോശമുണ്ട്. അപ്പോൾ ആദ്യം എണ്ണിയവരിൽ ഒറ്റയൊരുത്തന് ഒടുക്കം എണ്ണിയപ്പോൾ കണ്ടില്ല, രണ്ടാം വട്ടം എണ്ണിയപ്പോൾ എണ്ണിയ പുള്ളിയുമില്ല. ഒരു കാര്യം ഇടയ്ക്ക് കയറി എപ്പോഴും പറയുന്നതാ, എല്ലാവരെയൊക്കെ നേടുന്ന നല്ലതാ. എല്ലാവരെയും നേടാൻ ഒത്തില്ലെങ്കിലും നമ്മളെ നേടിക്കണം. അവിടെ പുതിയവർക്ക്, ഇവിടെ പുതിയവർക്ക്, പൈനിയർ വർക്ക്, അതൊക്കെ നല്ലതാ. നന്നായിട്ട് ചെയ്തോണം. ലഘുരേഖ കൊടുക്കുന്നു, എല്ലാ മൂലയിൽ നിന്ന് പരസ്യോഗം നടത്തുന്നു, അതൊക്കെ നല്ല കാര്യം. കൺവെൻഷനുകളിൽ ഇങ്ങനെ സ്റ്റേജിൽ ചാടി കയറി ഇങ്ങനെ പോകും, അതൊക്കെ നല്ല കാര്യം. കാത്തിരിപ്പിയോഗ, ഉപവാസ പ്രാർത്ഥന, ആത്മാക്ക ബന്ധനം അടിക്കുന്നു, ഭൂതത്തെ വിടുന്നു, രോഗികൾ സൗഖ്യമാക്കുന്നു, അതെല്ലാം അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ. ഇതെല്ലാം നല്ല കാര്യം, മുടക്കരുത്, ശക്തിയോടെ ചെയ്യണം. പക്ഷെ ഇതെല്ലാം ചെയ്തേച്ച് നമ്മൾ അങ്ങ് കാണണം. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താനിനി അല്പദൂരം മാത്രമേയുള്ളൂ. നിത്യ വീട്ടിലെത്താനിനി അല്പദൂരം മാത്രമേയുള്ളൂ. അപ്പൊ നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരമേ ഉള്ളൂ. മോളെ, ഇനി നീ കൂടെ എഴുന്നേറ്റ് ഓടരുത് കേട്ടോ. നീ ഇപ്പൊ 1-2 വട്ടമായി, ഇനിയും പോകരുത് കേട്ടോ. ഇവിടെ ശാന്തമായിട്ടിരിക്കണേ. ഞാൻ പെട്ടെന്ന് നിർത്താം, നിന്നെ ഓർത്ത് വേഗത്തിൽ അങ്ങ് നിർത്താം. അപ്പൊ ശ്രദ്ധിക്കുക, ഓടിയതും അധ്വാനിച്ചതും വൃഥാവാകരുത്.
ഇതാണ് സംഖ്യാപുസ്തകം, എണ്ണമെടുക്കുന്ന പുസ്തകം. ആട്ടെ, കുറുവാക്യത്തോട് കൂറ് പുലർത്തി വേണമല്ലോ നിർത്താൻ. വായിച്ച കുറുവാക്യം അവിടെ ആണല്ലോ വായിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചോ മോളെ. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഇവിടുത്തെ പശ്ചാത്തല ഭാഗം അറിയാം. ഇസ്രായേൽ മക്കള് മിസ്രയീമെല്ലാം പുറപ്പെട്ടിങ്ങോട്ട് വന്ന് യാത്ര ചെയ്ത് ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 പാളയമടിച്ച ഇവരിങ്ങോട്ട് കനാനിലോട്ട് പ്രവേശിക്കാൻ പോകുന്നത്. ഏതാണ്ട് മിസ്രയീമിൽ റമസേസിൽ നിന്ന് യാത്ര പുറപ്പെട്ട് റമസേസ്, സുക്കാത്ത്, ഏതാര്, പീതാര്, ചെങ്കടല്, അക്കരെ കയറി ഷൂറി വന്നു. ഷൂറിൽ നിന്ന് മാറെ കയറി, എലീമി കയറി, അർണോനി കയറി, പാറാൻ മരുഭൂമി, പിന്നെ നിന്റെ കയറ്റം, പിന്നെ പാറാൻ തെക്കേ ചെരുവ്, പിന്നെ ഒന്നുകൂടെ തിരിച്ചു വരെ റൂട്ട് മാറ്റി അടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഏതാണ്ട് 42 പാളയമാണ്. ശരിയായി പഠിച്ചാൽ 42 അല്ല 49 പാളയമുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ അടിച്ചെടുത്ത് കൊണ്ട് വീണ്ടും ഒന്നുകൂടെ അടുപ്പിച്ചു. പണ്ട് നമ്മൾ കണ്ടിട്ട് നിങ്ങൾക്കറിയത്തില്ലായിരിക്കും, അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒരു കളിയുണ്ട്, ഏണിയും പാമ്പും കളി. ഏണിയും പാമ്പും കട്ട ഇങ്ങനെ നിരത്തി വെക്കും, വേറൊരു ഇതിനകത്തിട്ട് കുലിക്കച്ച് കമത്ത്. അപ്പം 1 2 3 4 അക്കമ. അപ്പോൾ 1 2 3 ഈ കട്ട ഈ ഇതിലെഴുതി ബേസ് ബോർഡിലാണ് എഴുതി വെക്കുമ്പോൾ 3ൻ്റെ അവിടെ ഏണിയുടെ ചുവട്. അപ്പം കട്ട 3 തിരിയുന്നെങ്കിൽ നേരെ കയറി 40 വരും. എല്ലാം വിശുദ്ധന്മാരായതുകൊണ്ട് ഇപ്പം സഭയ്ക്കകത്താന്നല്ലോ ഏണിയും പാമ്പും. നേരെ കയറി 40 വരും. 40 നിന്ന് ഒന്നുകൊണ്ടൊന്ന് കുലുക്കി വയ്ക്കുമ്പം 2 തെളിഞ്ഞത്. 41 42 പാമ്പിൻ്റെ വായില നേരെ 1. സഭയ്ക്കകത്തല്ല ഇപ്പം കല്ലേ. മാസത്തിൽ ഏണിയും പാമ്പും കളിക്കും 3 ദിവസം. ആത്മാവിലൊക്കെ ബലപ്പെട്ട് തമ്പേറും എല്ലാം തല്ലിപ്പൊട്ടിച്ച് നേരെ ഏണിയുടെ ചോട്ടി വന്ന് നേരെ 3-ാം ദിവസം കയറി 40 വരും. പിറ്റേ ദിവസം അപ്പുറത്തുകാരുമായിട്ട് വഴക്കല്ലേ, സഹോദരൻ കിടന്ന് വഴക്ക്, സഭയെ കിടന്ന് വഴക്കല്ലേ, അയലത്തുകാരോട് വഴക്ക്, ഉടക്ക്. ഉടനെ പാമ്പിൻ്റെ വായിച്ചെന്ന് സൂക്ഷിച്ച 1 വരും. പിന്നെ പിറ്റേ ആഴ്ച കൈയടിയില്ല, പാട്ടില്ല, പ്രാർത്ഥനയില്ല. ഉടനെ പാസ്റ്റർ പറയും നമുക്ക് അടുത്ത മാസവും ഏണിയും പാമ്പും ഉണ്ടെന്ന്. 3 ദിവസം ഇങ്ങനെ ഏണിയും പാമ്പും കളിയാ. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്ന ഓരോ ദിവസവും ബലപ്പെട്ടോണം. അപ്പൊ ഇവര് ഈ അടിച്ചെടുത്ത് കൊണ്ട് വീണ്ടും ദൈവം ഇവരെ ചുറ്റി അടിച്ചു. ഇവരെ ചുറ്റി അടിപ്പിക്കാൻ കാര്യമുണ്ട്. വായിച്ചേ, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിച്ചേ. പുറപ്പാട് 13:17. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തുകൂടിയുള്ള വഴി അടുത്തതെന്ന് വരികിലും പക്ഷേ ജനം യുദ്ധം കാണുമ്പോൾ അനുദപിച്ച് മിസ്രയീമിൽ മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം തമ്പുരാൻ അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. അടുത്ത വാക്യം, ചെങ്കടലിന് അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ദൈവം ചുറ്റിച്ചെന്ന് ഇവരെ ചുറ്റിച്ചു ദൈവം. അങ്ങനെയൊക്കെ ദൈവം ചെയ്യും. ചില സമയത്ത് ചുറ്റിക്കും, ചില സമയത്ത് ചുറ്റലൊക്കെ ഉണ്ടാകും. പക്ഷെ എന്നും കൊന്നും ചുറ്റാൻ അനുവദിക്കത്തില്ല. ദൈവം നിന്നെ രക്ഷിക്കും. അതിന് കാരണം പറയാ, ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി ഉണ്ടായിരുന്നു കനാനിലോട്ട് പോകാൻ, രാജപാത, വീതിയുള്ള വിശാലമായ വഴി. ചെങ്കടൽ കിടക്കണ്ട, നമുക്കറിയാം ചെങ്കടൽ കിടക്കണ്ട. ചെങ്കടൽ കിടക്കാതെ പെട്ടെന്ന് പോകുന്ന വഴിയുണ്ട്, അത് പെരുവഴിയാ, രാജപാത. ആ വഴിയിൽ കൂടെ ദൈവം വിട്ടില്ല. അത് പെട്ടെന്നുള്ള വഴിയാ, വണ്ടി പോകുന്ന വഴിയാ, എളുപ്പ വഴിയാ. കാരണം തെളിവ്, ആ വഴിയിൽ കൂടെ ആണെന്നല്ലോ യോസേപ്പിന്റെ സഹോദരന്മാർ ഭക്ഷണം വാങ്ങാൻ വന്നത്. എളുപ്പ വഴിയാ. അതുകൊണ്ടല്ലേ ബെന്യാമിനെ വിടാതിരുന്നപ്പോൾ ഇവർ പറഞ്ഞു, അച്ചായൻ ബെന്യാമിനെ വിടാതിരുന്നോണ്ടല്ലേ വിടുകാരനെ ഞങ്ങളിപ്പോൾ 2 വട്ടം പോയിച്ച് പറയണ്ട, സമയം കഴിഞ്ഞ്. എളുപ്പ വഴിയാ, വണ്ടി പോകുന്ന വഴിയാ. അതാന്നല്ലോ രഥം അങ്ങോട്ട് അയച്ചത്. അത് വീതിയുള്ള വഴിയാ. അപ്പം വീതിയുള്ള വഴിയും വിശാലമായ വഴിയും രഥം പോകുന്ന വണ്ടി പോകുന്ന വഴി എളുപ്പ വഴിയാ. ആ വഴി കൂടെ ദൈവം വിട്ടില്ല. നമുക്ക് ചില വഴികൾ എളുപ്പ വഴിയാണ്, നല്ല വഴിയാണെന്ന് തോന്നും. പക്ഷെ അവിടെ ഇരിക്കുന്ന പതികിരി പറയുന്നവനാ ദൈവം. അതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ ആ വഴി കൂടെ നിന്നെ വിടുകയല്ല. അതിന്റെ കാരണം എന്നാന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ച മോളെ 13:17. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴിയായിരുന്നു. ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എളുപ്പം എന്ന് വരികിലും അത് എളുപ്പ വഴിയാ. ആ എളുപ്പ വഴി കൂടെ ദൈവം വിട്ടില്ല. കാരണം ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുദപിച്ച് മിസ്രയീമിലേക്ക്. അതിന് കാരണം ഈ ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി എളുപ്പ വഴിയാണ്, വീതിയുള്ള വഴിയാ, വിശാലമായ വഴിയാ, പെട്ടെന്ന് പോകാം. ദൈവം ഇവരെ അതിലെ വിട്ടില്ല, കറക്കാൻ കാരണം ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനാ ദൈവം. അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാ. അടുത്ത കാലത്ത് മുളച്ചു കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. സകലത്തെയും അറിയുന്നവനാ, സകലത്തെയും സൃഷ്ടിച്ചവനാ, സകലത്തെയും ചമച്ചവനാ, സകലത്തെയും പടച്ചവനാ. അവിടുന്ന് സർവശക്തനാ, സർവജ്ഞാനിയാ, സർവവ്യാപിയാ. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനാ നമ്മുടെ ദൈവം.
നീ ഇരിക്കുന്നത് വെടിനേക്കുന്നതെല്ലാം ദൈവം. പിന്നെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ വരെ, ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവു കാണുന്നു, ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവു കാണുന്നു, ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണ. ഓ ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന. സകലതും അറിയുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഓരോ ചലനങ്ങളും നിരൂപണങ്ങളും എല്ലാം അറിയുന്നവനാ ദൈവം. അവിടുന്ന് സർവജ്ഞനായ ദൈവമാ. ആ ദൈവത്തിനറിയാം ഈ എളുപ്പ വഴിയെ കൂടെ വിട്ടാൽ ഇവർ പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം യുദ്ധമുണ്ടാകുമ്പോൾ അങ്ങനെ എഴുതിയേക്കുന്നത്. അതിനാ അയ്യോ എളുപ്പ വഴി എന്ന് പറഞ്ഞ ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടെയുള്ള വഴിയാ. എന്റെ ഭാഷ പറഞ്ഞ ഫെലിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഒരു മയോ മര്യാദയുള്ളവന്മാരല്ല ഫെലിസ്ത്യര്. അങ്ങനെയുള്ള ആൾക്കാർ സഭയ്ക്കകത്തുമുണ്ട്. ഒരു മയോ ഇല്ല, മര്യാദയൊന്നുമില്ലെന്ന്. ചുമ്മാ യോഗം കഴിഞ്ഞ് ബഹളം ഉണ്ടാക്കുകയും അനാവശ്യം പറയുകയും ചുമ്മാ ആടി ഉടനെ കൈ തീർത്ത് കയറി പെമ്പളോട്ട് നീ ബൈബിളുമായിട്ട് വീട്ടോട്ട് പോയി. ഞാൻ രണ്ട് കാര്യം, ഒരു എപ്പം ഫെലിസ്ത്യനാന്ന്, ഒരു മയോ മര്യാദയില്ല. ഇത് വഴിയരികെ പതിയിരിക്കുക ഫെലിസ്ത്യനെ കണ്ടാ നമ്മൾ അന്തം വിട്ടുപോകും. എല്ലാത്തിനും നല്ല നെടുപ്പ്. വായിച്ച മോള് ശൗമേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യം. അവന്മാരുടെ പ്രകൃതി നിങ്ങൾക്കെല്ലാം അറിയാം, എങ്കിലും ഓർപ്പിക്കുന്ന ശൗമേലിന്റെ 1-ാം പുസ്തകം 17-ന്റെ 4 മുതലുള്ള തിരുവെടുത്ത് വായിച്ചേ. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് അവന്മാരുടെ പ്രകൃതി നോക്കണം. മല്ലന്മാരുടെ പ്രകൃതിയാ. ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. അവൻ കയറി വന്നു. അവൻ 6 മുഴവും 6 മുഴവും ഒരു ചാണും ഉയരമുള്ളവനായി. ഈ ടൈപ്പ് സാധനങ്ങളാ. 6 മുഴവും ഒരു ചാൺ നെടുപ്പം. പിന്നെ അവന്റെ തലയിൽ വലിയ താമര ശിരസ്ത്രം. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള താമര കവചം ധരിച്ചു. അവന് കാൽച്ചട്ടയും ചുമലിൽ താമര കൊണ്ടൊരു വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പതടി പോലെ, കുന്തത്തിന്റെ അലക് 600 ശേക്കൽ ഇരുമ്പ്. ഒരു പരിചക്കാരൻ അവന്റെ മുൻപിൽ നടന്നു. ഈ ടൈപ്പ് സാധനമായി രാജമാതയുടെ 2 സൈഡിൽ. ഇതുങ്ങള് പാട്ടും എല്ലാം പാടി അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്മമാര് കയറി ആട്ടിക്കും. ഇതുങ്ങൾ കാണുന്ന യുദ്ധം ചെയ്യാൻ അറിയത്തുമില്ല. ഇതുങ്ങൾക്ക് 2 കാര്യം അറിയാം. ഒന്ന്, കുഴയ്ക്കാൻ അറിയാം. കുഴയ്ക്കാൻ, കാരണം 10-400 ചില്ലുവാനം വർഷമായിട്ട് അവിടെ കിടന്ന്. പിന്നെ ഇവർ നന്നായിട്ട് കുഴയ്ക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഒരു വിഷയം കൊടുത്തേ കുഴച്ച് കയ്യിൽ തരും. കമ്മിറ്റിയിലോട്ടൊന്ന് കൊടുത്തേ നന്നായിട്ട്. പിന്നെ കൗൺസിലാ, കമ്മിറ്റിയാ, കുന്തവാ, ഗോഡാലിയാ, വിഷയം കൊടുത്തേ കുഴച്ചത് നന്നായിട്ട് അറിയാം കുഴയ്ക്കാൻ. ചെല്ലി വരുമ്പോഴേ പറയല്ലേ പുള്ളി വന്നിട്ടുണ്ട് മിക്കവാറും ഇത് കുഴയി വന്ന കുഴയ്ക്കും. നല്ലതുപോലെ കുഴയ്ക്കാൻ അറിയാം. 1 കുഴയ്ക്കാൻ അറിയാം, 2 കഴിക്കാനും അറിയാം. അത് അവർ തന്നെ പറഞ്ഞല്ലോ അറിയാമെന്ന്. എന്നാൽ യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ഞാൻ യുദ്ധമെന്ന് ഉദ്ദേശിച്ചത് ആത്മീക യുദ്ധമാണ്. എന്തുവാ നമ്മുടെ യുദ്ധം? നമ്മുടെ യുദ്ധം നടക്കുന്നത് പ്രാർത്ഥനാ മുറിക്കകത്താ. ഒരു ദൈവത്തിന്റെ പൈതലിന് യുദ്ധം നടക്കുന്നത് സഹവിശ്വാസികളോടോ സഹോദരങ്ങളോടോ നാട്ടുകാരോടോ മറ്റാരോടുമല്ല. നമ്മുടെ യുദ്ധം നടക്കുന്നത് പ്രാർത്ഥനാ മുറിക്കകത്താ. നമ്മുടെ എതിരാളി വ്യക്തികൾ ആരുമല്ല, പിശാച. അവൻ ലോകത്തിന്റെ പ്രഭുവാ, ലോകത്തിന്റെ അധികാരിയാ, പിശാച. അവനോടാണ് നമുക്ക് യുദ്ധമുള്ളത്. ആ യുദ്ധം നടക്കുന്നത് പ്രാർത്ഥനാ മുറിക്കകത്താ. ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനൊന്നും നിങ്ങൾ ചില ശ്രദ്ധിച്ചാൽ പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാൻ മേലെ, നിർത്താൻ അറിയാൻ മേലെ. ചിലർക്ക് പണം കരുത് ആശീർവാദം പറയാനും ചിലർക്ക് അറിയത്തില്ല. ഞങ്ങളെ ഒരു ബോട്ട് ടൂർ നടത്തിയപ്പോൾ ഒരാൾ പ്രായമുള്ള ആളിൽ എന്നോർത്ത് കൊടുത്ത ആശീർവാദം ദൈവമേ നീണ്ടുപോയതല്ലെന്ന്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും കർത്താവേ രാവിലെ മുതൽ ഞങ്ങൾ യാത്രയായിരുന്നല്ലോ. ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി. പിന്നെ ഒരു തരത്തിൽ ഒപ്പിച്ച് നിർത്തി. അറിയത്തില്ലെന്ന്. അന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കോ ആശീർവാദം പറയുമ്പോൾ പാത്തിരുന്നെങ്കിലും കേൾക്കണ്ടേ? അന്നാരും വർത്താനം പറയും.
അല്ലെ മൊബൈലിൽ കളിക്കും, അതും കേൾക്കുകയല്ല. അപ്പൊ ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. യുദ്ധം ചെയ്യാൻ അറിയാത്ത ഇവരെ രാജപാതയെ കൂടെ വിട്ടു കഴിഞ്ഞാൽ പതിയിരിക്കുന്ന ഫെലിസ്തീനെ അടിക്കും. അടി കൊണ്ട് വേദനിക്കുമ്പോൾ പുറകോട്ട് ഓടി മിസ്രയീമിൽ പോകും. അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഇവരെ അതിലെ വിട്ടില്ല, കറക്കി വിട്ടെന്ന ആട്ടെ ഭാഗമൊന്നും വിസ്തരിക്കുന്നില്ല. 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ചെന്ന എങ്കിൽ 49 ഇടങ്ങളിൽ പാളയമടിച്ച് ഇവർ പോകുക. അങ്ങനെ പാളയമടിച്ചടിച്ചു വന്നപ്പോൾ അടിച്ച ഒരു പാളയമാണ് മോവാബ് സമഭൂമി. ഇവർ ആ മോവാബ് സമഭൂമിയിൽ വന്ന് പാളയമടിച്ച് ഇങ്ങനെ പരന്ന് കിടക്കുക ഇസ്രായേൽ. അപ്പോൾ ആ നാട്ടിലെ രാജാവാകുന്ന ബാരാക്ക് പേടിച്ചു. പേടിക്കാൻ 2 കാര്യം. 1, ജനം വളരെ. 2, അവർ കമ്മിറ്റി കൂടി പറഞ്ഞൊരു കാര്യമുണ്ടടാ, കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ ജനം നമ്മെ നക്കിക്കൊല്ലും. പ്രാർത്ഥിക്കുന്നവനെ അന്ന് ഇന്നും ഭയമാണ്. വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് പ്രാർത്ഥിക്കുന്ന നിന്നെ ആമൻ സമൂഹത്തിന് ഭയമാ. അവർ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്ന നിന്നെ നിന്റെ സഭക്കാർക്ക് ഭയമാ. ആമൻ ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കി നിന്റെ വിഷയങ്ങൾ ദൈവത്തോട് ആമൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിന്നെ എല്ലാവരും പേടിക്കും. രാഷ്ട്രീയക്കാർക്ക് നിന്നെ ഭയമാ. അവർ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, പേടിയാ. മുട്ടടിക്കും പ്രാർത്ഥിക്കുന്നവന്റെ എടുക്ക വന്ന. സ്തോത്രം. എടാ, അനേക തടിമിടുക്കന്മാരെയെല്ലാം സിംഹത്തിന്റെ ഗുഹയിലോട്ടിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരെണ്ണത്തിന്റെ നല്ല അത്തി പോലും കണ്ടില്ല, അടിച്ച് കാടിച്ച് കുടഞ്ഞതാ സിംഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ്ട് പ്രാർത്ഥിക്കുന്ന ഉപദേശി അങ്ങോട്ട് വിടുന്നു. എൻ്റെ ഭാവന അങ്ങ് പറയുക, ഉപദേശിനെ വിടുന്നപ്പോഴേ ദൂതൻ സിംഹത്തിന്റെ ഗുഹയിലിറങ്ങി സിംഹത്തോട് പറഞ്ഞ്, എടേ ഉപദേശിച്ച് വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നവനാ, എല്ലാവരെയും കയറി തോണ്ടും പോലെ പുള്ളിയെ കയറി തോണ്ടിയാൽ അതിൻ്റെ അണപ്പല്ല് തകർക്കുമെന്ന് പറഞ്ഞു ദൈവം സിംഹത്തോട് പറഞ്ഞു. നമുക്ക് പറഞ്ഞു എന്തോ ചെയ്യണം. ആ ഉദ്ദേശിച്ച് വളരെ ക്ഷീണിച്ചാ വരുന്നത്, ഭയങ്കര പോരാട്ടത്തിൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിരന്നങ്ങ് നിൽക്കണം, പുള്ളിക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ്ടറ. സിംഹമെല്ലാം നല്ല നിരനിരയായിട്ട്, എൻ്റെ ഭാവന അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. സിംഹമെല്ലാം ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുക. ദാനിയേൽ ഉപദേശിച്ച് വന്ന് സുഖമായിട്ട് നല്ല എമ്മമ്പോവിൻ്റെ മെത്തേ കിടക്കും പോലെ സിംഹത്തോട് മിണ്ടി ഒന്നൊരുന്നു പറഞ്ഞു. ഒരെണ്ണം അനങ്ങിയില്ല. സുഖമായിട്ട് ഉപദേശി ഉറങ്ങി. ഇട്ട രാജാവിന് ഉറക്കം വരാതെ അയാളെ പരക്കം പാഞ്ഞ് നടക്കുക. അധികാലത്ത് ഓടി വന്ന് ഇയാൾ ഗൽഗതത്തോടാണ് വന്ന് വയ്ക്കുന്നത്. ദാനിയേലേ മിണ്ടാമല്ല ഉണ്ടോയെന്ന് ചോദിച്ചു. ദാനിയേൽ ഉറക്കം എഴുന്നേറ്റ് കരയ്ക്കോട്ട് കയറി വന്ന് എൻ്റെ ഭാഷയാണ് പറഞ്ഞ്, രാജാവിന് ദീർഘായുസ് ഉണ്ടാകട്ടെ. നമ്മളായിരുന്നേ പറയുന്നത് അങ്ങനൊന്നും അല്ല പറയുന്നത്, പുതിയ പറയാൻ നോക്കുകയല്ല. നീ നിന്റെ നന്ദതി രാജാവിനോട് പറഞ്ഞു ദീർഘായുസ് ഉണ്ടാകട്ടെ. എന്നിട്ട് അടുത്ത പദം, രാജാവേ സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം, എൻ്റെ ദൈവം, ഞാൻ ജീവനുള്ള ദൈവത്തെയാ വിളിക്കുന്നത്. കണ്ണുണ്ടെങ്കിലും കാണുന്നുണ്ട്, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നുണ്ട്, മൂക്കുണ്ടെങ്കിലും മണക്കുന്ന ദൈവം, തൊണ്ട കൊണ്ട് സംസാരിക്കുന്ന ദൈവം, സ്പർശിച്ചാൽ അറിയുന്ന ദൈവം, അവൻ നടക്കുന്ന ദൈവം, നടകൊള്ളുന്ന ദൈവം. ഇന്ന് രാത്രിയിലും ആ ദൈവം നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടുവനായി ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാനമുള്ളവനായി 7 നക്ഷത്രം വലങ്കിയിൽ പിടിച്ച് നിലവിളക്കണ്ട നടുവിൽ നിലയങ്ക് ധരിച്ച് 2 3 പറഞ്ഞ നാമത്തിൽ എവിടെ കൂടിയാൽ അവരുടെ നടുവിൽ വരുമെന്ന് അരുളി ചെയ്ത നസറായൻ ജീവനുള്ളവൻ ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ നടകൊണ്ടോണ്ടിരിക്കുക. ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി സിംഹത്തോട് ചോദിക്കുക, എടേ ഇന്നലെ എന്നെ എന്തുവായിരുന്നു ഇന്നലെ? സിംഹം പറയും ഇന്നലെ ഫാസ്റ്റിംഗ് ആയിരുന്നെന്ന് പറയും. അതിന് ഇന്നലെ പ്രത്യേക ഫാസ്റ്റിംഗ് അങ്ങനല്ലല്ലോ, ഫാസ്റ്റിംഗ് അല്ലല്ലോ, തന്നില്ലേ കൂടെ ഒന്ന് മുരടുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ. ഇന്നലെ ഫാസ്റ്റിംഗ് ആയിരുന്നു. അതിന് ദൂതം വന്ന് പറഞ്ഞ് ഇന്ന് എല്ലാവരും ഫുൾ ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. രാത്രി ബണ്ണോ പഴമോ വല്ലോ ജലപാനം. അതിന് ഇവിടെ ഇന്നലെ വന്നത് എന്നും വരുന്ന പോലല്ലോ, പ്രാർത്ഥിക്കുന്നൊരുത്തിനാണ് ഇങ്ങോട്ട് വന്നത്. ഗുണ്ടയല്ലെന്ന് ഇന്നലെ രാത്രി വന്നേ. ഗുണ്ടയായിരുന്നെങ്കിൽ അവന്മാർ അടിച്ച് തകർത്തേനും. എടാ, ദൈവത്തിന് ഗുണ്ടേനെ അല്ലേ ആവശ്യം, ദൈവത്തിന് പ്രാർത്ഥിക്കുന്നവനെയാണ്. കാട്ടാക്കുസ്തിക്കാരനെ അല്ല ദൈവത്തിന് ആവശ്യം, ദൈവത്തിന് ആവശ്യം പ്രാർത്ഥിക്കുന്നവനെയാണ്. ദൈവ പുരുഷന്റെ ഊരുകളിൽ അവിടെ നിന്ന് പ്രസാദിക്കുന്നില്ലല്ലോ, എന്നാൽ താഴ്മയോടെ വിനയത്തോടെ പ്രാർത്ഥനയോടെ പോരാടുന്ന നിന്റെ മേൽ ദൈവം പ്രകാശിക്കും. സിംഹം പറഞ്ഞു, സ്തോത്രം, ഇന്നലെ വന്നത് പ്രാർത്ഥിക്കുന്ന ഉപദേശിയാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെല്ലാം ശരിക്കും നിന്ന് പുള്ളി സുഖമായിട്ട് ഉറങ്ങി. പുള്ളി ഇടയ്ക്ക് എഴുന്നേറ്റോ? ഇല്ലല്ലോ, എഴുന്നേക്കത്തക്ക വിധത്തിലൊന്നും ഞങ്ങൾ അനങ്ങി പോലും ഇല്ല. സുഖമായിട്ട് ഉപദേശി
ഉദ്ദേശി ശുശ്രൂഷയ്ക്ക് രാവിലെ പോയെന്ന് പറഞ്ഞു. ഇവിടെ വന്ന ഒറ്റ കുഞ്ഞുങ്ങൾ പിന്നെ ആയുസ് ശുശ്രൂഷിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ വന്നവൻ പ്രാർത്ഥിക്കുന്നവനാ. നീ എല്ലാവരെയും തോണ്ടും പോലെ പ്രാർത്ഥിക്കുന്നവനെ തോണ്ടിയാൽ, നീ എല്ലാവരെയും കയറി ഞുണുക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവനെ ഞുണുക്കാൻ ചെന്നാൽ നിന്നോടവനൊന്നും പറയത്തില്ല, ആരോടും പറയത്തില്ല. അവൻ മുഴങ്കാലും വലിക്കും, നിന്നെ അടിച്ചില്ല ദൈവം ഇളക്കും. സ്തോത്രം. അടിച്ചിലിളക്കി ദൈവം തിരിച്ചു മറിക്കും. അതുകൊണ്ട് ദൈവമക്കളോട് പറയാ, അവൻ വിശുദ്ധിയുള്ള പ്രാർത്ഥിക്കുന്ന വേർപാടുള്ളവന് നീ തോണ്ടാൻ പോയാ, ഞാനാന്നേലും നിങ്ങളാന്ന് തോണ്ടിയാൽ ദൈവം അവന് വേണ്ടി വ്യവഹരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ദൈവമേ, നീ തളർന്നു പോകരുത്, നീ നിരാശപ്പെട്ടു പോകരുത്, നീ പതറിപ്പോകരുത്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഞാൻ പറയാം, മറുപടി പറയാനോ എതിർക്കാനോ ഉടക്കാനോ ഒതക്കാനോ ഒന്നിനും പോകണ്ട, ചെയ്യേണ്ട ഒറ്റ പരിപാടി മുഴങ്കാലും മേലിരിക്കണം. അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവം ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. വീരന്മാരുടെ മധ്യ യഹോവ എനിക്കായിട്ട് ഇറങ്ങി വന്ന പുസ്തകത്തിൽ വാക്കി ദൈവം യുദ്ധം ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രണ്ട് കാര്യത്താൽ ബാരാക്ക് പേടിച്ചു. ഒന്ന്, ജനം വളരെ. രണ്ട്, കാളവയലിലെ പുല്ല് നക്കി കളയുന്നത് പോലെ നക്കിക്കൊല്ലും. അപ്പൊ ചോദിച്ചു, എന്നാ ഇവരെ ഒതുക്കാൻ മാർഗം, ഈ ജനത്തെ ഒതുക്കാൻ? അപ്പൊ പറഞ്ഞു, യുദ്ധം ചെയ്താലോ ഒന്നും ഒതുങ്ങുകയല്ല. പിന്നെ എങ്ങനെ ഒതുക്കുന്നത്? ഒന്നും ഒതുക്കാനൊക്കത്തില്ല, എല്ലാം നല്ല ഒന്നുകൊന്നൊക്കെ മെച്ചമാണെന്ന് പറഞ്ഞു. ഒന്നുകൊന്നൊക്കെ മെച്ചം. പിന്നെ എങ്ങനെ ഒതുക്കാം? അപ്പൊ ഒരുത്തം പൂള് വെച്ച് കൊടുത്ത്, പിന്നെ ഒതുക്കാൻ ഒറ്റ മാർഗമുള്ളു. അതിനാ, ഇവിടെ അടുത്തൊരു പ്രവാചകനുണ്ട്. അതാരാ? അത് ബിലയാമെന്ന പുള്ളിയെ സാധാരണ പ്രവചനം പോലെ പുള്ളി പ്രാക്കുവാല പോവാ. മറ്റവരൊക്കെ വന്ന് ആ മനുഷ്യത്ര അമ്മാമ്മ 2 നിലയുടെ മണ്ടേ നിൽക്കുന്നതായിട്ട് കാണുന്നു, ഗ്ലോറി, ഒരു ഞെട്ടലും. സ്തോത്രം. അച്ചായ നിമ്പാല കാറയിൽ ഇങ്ങനെ പോകുന്നതായിട്ട് ഷൂ എന്നൊരു ശബ്ദമേ കേട്ടുള്ളൂ. കാറ് പോകുന്നതായിട്ടാ. ചുമ്മാരിക്കുന്ന കറിയാവുടനെ ഇളകും. മോക്ക് ഹൂസ്റ്റണിൽ നിന്നൊരു ആലോചന വരുന്നതായിട്ട്, അവളിവിടെ വേറെ ആലോചന 3 ഒപ്പിച്ച് വെച്ചേക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ചിലർക്ക് ഇഷ്ടമാണ്. അങ്ങനത്തെ പ്രവചനമാ കൂടുതൽ. ചില പ്രൊജക്റ്റുകൾ കാണും. ഒരു കണ്ണിങ്ങനെ ഇങ്ങനെയൊക്കെയാ പ്രവചിക്കുന്നത്. പക്ഷെ ഇയാൾ അങ്ങനത്തെ പ്രവചനമല്ല. ഇയാൾ അങ്ങ് പ്രാക്കുവല്ല പോവാ. അതെങ്ങനെയാ പുള്ളിയുടെ ശുരു? അയാൾ പ്രാഗി കൊല്ലുവെന്ന്. ഒരു കാര്യം, അങ്ങനെ തന്നെ പുള്ളിയെ നമുക്കൊന്ന് വരുത്താം. അങ്ങനെ വിസ്തരിക്കുന്നില്ല. ആ പ്രാഗി കൊല്ലുന്ന ബിലിയാമിനെ വിളിക്കാൻ ആൾ വിട്ടു. ആദ്യം 1-2 പേര് പോയി. പുള്ളി അവരുടെ വരവും നോട്ടമൊക്കെ കണ്ട മനസ്സിലാക്കി ഗതികേടുകാരാണ്. പുള്ളി പറഞ്ഞ് നടത്തിപ്പില്ലെന്ന്. യവന്മാർ തിരിച്ചു വന്ന് പറഞ്ഞ് നടത്തിപ്പില്ല. അപ്പം രാജാവിന് പിടികിട്ടി യവന്മാരെ വിട്ടത് കൊണ്ടാണ് പുള്ളിക്ക്. രണ്ടാമത് 1-2 പേരെ വിട്ട്. അവര് കുറച്ചുകൂടെ മെച്ചപ്പെട്ടവരാ, സമ്മാനവും കയ്യിലുണ്ട്. സമ്മാനം കണ്ടപ്പോഴേ പുള്ളിക്ക് മനസ്സിലായി ഇത് ഇച്ചിരി പിടിപ്പുള്ളവരാ. അവർ വന്ന് പറഞ്ഞ്, അച്ഛാ ഒരു ശുശ്രൂഷയ്ക്ക് വരണമെന്ന് പറഞ്ഞു. ഒരു ശുശ്രൂഷ. പുള്ളി പറഞ്ഞ്, ഞാൻ അങ്ങനെ എല്ലായിടത്തും ശുശ്രൂഷയ്ക്കൊന്നും പോകാറില്ല. അതിനാ തന്നെയല്ല, ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയേച്ചേ ശുശ്രൂഷയ്ക്ക്. നോട്ടമൊക്കെ അറിയാം, എന്നാലും അങ്ങനൊന്നുമല്ല, ഞാൻ പ്രാർത്ഥിച്ച് നോക്കും ശുശ്രൂഷ എങ്ങനെ ഉണ്ടെന്ന്. പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞു, അതാ അതിലൊക്കെ വിചിത്രം. ബാരാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും എന്റെ ദൈവത്തിന്റെ കൽപ്പന വിട്ട് ഏറെയോ കുറയോ ഞാൻ ചെയ്യത്തില്ല. നമ്മളെ ആ വാക്യം വായിച്ചേ, 22-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേ. ബിലയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട് ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാൽ എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. വാക്യം ശ്രദ്ധിച്ചോ? ഇത് മാത്രം ആരെയും മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കും, പുള്ളിക്ക് വെള്ളിയോടും പൊന്നിനോടും ഒരു താല്പര്യോ. പക്ഷേ ഇത് ചുമ്മാ മൈക്ക് കിട്ടിയപ്പോൾ ഡയലോഗ് പറഞ്ഞതാ. അങ്ങനെ ഞാൻ നിങ്ങളൊക്കെ മൈക്ക് കിട്ടുമ്പോൾ എന്തെല്ലാം കാര്യമാ വിളിച്ചു പോകുന്നത്. ആ വിളിച്ചു പോകുന്നത് പോലെ ആന്നേലോ. സ്തോത്രം. ബാരാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ ദൈവത്തിന്റെ പ്രമാണം വിട്ട്. ഇവൻ പുറമെ ഈ ഡയലോഗ് പറഞ്ഞു. പക്ഷേ ദൈവം തമ്പുരാൻ ഇവന്റെ അകത്ത് ഹാർട്ട് സ്കാൻ ചെയ്തു. ഹൃദയം. ചില രോഗമൊക്കെ ഡോക്ടർമാർ പറയും ഇന്ന രോഗമാ, ഇവിടെ ഒരു സ്കാനിങ് സെന്റർ ഉണ്ട്, അവിടെ പോയി സ്കാൻ. അത് അവർ തമ്മിലൊരു ധാരണയുണ്ട്. പിന്നെ അവർ ഇതൊക്കെ ഇണക്കല്ലേ. അപ്പം നമ്മൾ എവിടാ ഡോക്ടർ? ഇതിൽ നിന്ന് അങ്ങോട്ട് വലത്തോട്ട് ഇറങ്ങുമ്പോൾ ഇടതുവശത്ത് കാണുന്ന രണ്ടാമത്തത്
സിയോൻ സ്കാനിങ് സെന്റർ. അപ്പൊ അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടുപ്പമുണ്ട്. ആട്ടെ, സിയോനിൽ പോയി സ്കാൻ ചെയ്തോ, പക്ഷേ ഇവർ പറയാത്ത വേറൊരു സ്ഥലത്തൂടെ സ്കാൻ ചെയ്തേക്കണം, എന്നിട്ട് ചികിത്സയ്ക്ക് ഒരുങ്ങാവും. കാരണം ഇതിലെ ബിസിനസ്സാണ് കൂടുതലും. എന്ന് പറഞ്ഞ പോലെ ദൈവം തമ്പുരാൻ ഇവനെ ഒന്ന് സ്കാൻ ചെയ്തു. സംഖ്യാപുസ്തകം 22:18 പറഞ്ഞത് വെള്ളിയും പൊന്നും എനിക്ക് ഇത്ര തൃപ്തിയില്ലെന്ന്. തമ്പുരാൻ 2 സ്ഥലത്ത് സ്കാൻ ചെയ്തപ്പോൾ 2 റിപ്പോർട്ട് വന്ന് സെയിം റിപ്പോർട്ട്. വായിച്ച മോളെ യൂദായുടെ ലേഖനം സ്കാനിങ് റിപ്പോർട്ട് നമുക്കറിവുള്ളത്. യൂദ 14 വായിച്ചേ മോളെ. അത് തന്നെ ആ വാക്യം. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികളും നിമിത്തം അവർക്ക് അയ്യോ കഷ്ടം. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും ദൈവത്തിന് സ്തോത്രം. കൂലി കൊതിച്ചെന്ന. ഇനി പത്രോസിന്റെ 2-ാം ലേഖനം 2:15 കൂടെ ചേർത്ത് വായിച്ചു. 2 സ്കാനിങ് റിപ്പോർട്ടാണ്. പത്രോസിന്റെ 2-ാം ലേഖനം 2:15. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു. എങ്കിലും മതി. യൂദായുടെ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലും ഇവന്റെ സ്കാനിങ് റിപ്പോർട്ട് സെയിമാ, കൂലി കൊതിച്ചെന്ന്. എന്നാൽ സംഖ്യാപുസ്തകം 22:18 ഇവൻ പറഞ്ഞു എനിക്ക് വെള്ളിയും പൊന്നിനോടൊന്നും, അകത്ത് മുഴുവൻ ദ്രവ്യാഗ്രഹത്തിന്റെ കുരുക്ക് ബുദ്ധിയാ. സ്തോത്രം. നമ്മൾ ഈ പുറമേ വിധിക്കുന്നതും പുറമേ കാണുന്നതല്ല, ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ സ്കാൻ ചെയ്തപ്പം അകത്ത് മുഴുവൻ ദ്രവ്യാഗ്രഹത്തിന്റെ കുശാകര ബുദ്ധിയാ. അതുകൊണ്ടാണ് ഇവൻ അവരുടെ കൂടെ പോയി. അധികം വിവരിക്കുന്നില്ല. അവിടെ ചെന്ന് ഇസ്രായേൽ മക്കളെ ശപിക്കാനായിട്ട് 3 സ്ഥലത്ത് കയറി. പർവ്വതത്തിന്റെ മോവാബ് സമഭൂമിയുടെ 3 പയോർമലയുടെ മുകളിലും സോബീമിലും എല്ലാം കയറി, ബേത്ത് ബാമിലൊക്കെ കയറി നോക്കിയച്ച് ശപിക്കാനാ ചെന്നെങ്കിലും ഇവരെ പറ്റി പറയുന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വചസ്സ. വചസ്സിൽ ഒരു കാര്യമാണ് നമ്മൾ കുറുവാക്യം വായിച്ചത്. 23-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ മോളെ. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഈ പടർന്ന് ഇങ്ങനെ പന്തലിച്ച് കിടക്കുന്ന, കൂടാരമടിച്ച് കിടക്കുന്ന ഇസ്രായേൽ മക്കളെ നോക്കിക്കൊണ്ട് ബിലയാം പറയുക, പിന്നൊരു കാര്യം, ശപിക്കാനും രാഗാനും കൊല്ലാനുമായി എന്നെ കൊണ്ടുവന്നത് ഒക്കത്തില്ല. കാരണം ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, ഒരു മന്ത്രവാദോ, ഒരു ആഭിചാരം, ഒരു ക്ഷുദ്രശക്തി, ഒരു ജാതീയ പോരാട്ടം നിന്നെ തൊടത്തില്ല. ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഇന്ന് രാത്രി നീ ബലപ്പെട്ടോണം. ഒരു ദൂഷ്ടശക്തി നിന്നെ തൊടത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. തീർന്നില്ല. യഹോവ നിന്റെ ഗമനത്തോയും ആഗമനത്തോയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. നിന്നെ ചുറ്റി പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനവൻ ആകാശത്തിൽ മഹിമയിൽ മേഘാരൂഢനായി വെളിപ്പെടും. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശ്വാസത ഭുജമുണ്ട്. ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാറ് അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ഒളിപ്പിച്ച് തിരുനിവാസത്തിന്റെ മറവിൽ മറച്ച് പാറമേൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം തന്റെ വചനത്തിൽ കൂടെ പറയുക, ആഭിചാരം യാക്കോബിന് പറ്റുകയല്ല. 1-2 കാര്യങ്ങൾ പറഞ്ഞ് 9 ആയോ? ഇച്ചിരൂടെ കഴിഞ്ഞങ്ങ് നിർത്താം. ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. എന്താ പറ്റാതിരിക്കാനുള്ള കാരണം? 1-2 ഒരു 5-8 കൂട്ടം കാര്യമുണ്ട്. അതെല്ലാം പറഞ്ഞില്ല, 1-2 കാര്യം പറഞ്ഞ് നിർത്താം. ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ കാരണം, 1-ാമത്തെ കാരണം ഈ വാക്യത്തോട് ബന്ധപ്പെട്ട് മോളെ 22-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച. 22. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന്, ഒന്നുകൂടെ വായിച്ചേ. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. മതി. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന്
കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാരണം, യാക്കോബ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച അത് പുതിയ നിയമ ഇസ്രായേലിനും ബാധകമാണ്. അങ്ങനെ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാരണം ഇവര് മിസ്രൈമിൽ നിന്ന് വന്ന ദൈവമക്കളാണ്. അതുകൊണ്ട് ആഭിചാരം പറ്റാത്ത എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് ചുമ്മാ ഇങ്ങോട്ട് ഓടിപ്പോരുമല്ലായിരുന്നു. അതാ വിഷയം. മിസ്രൈമിൽ ദീർഘവർഷങ്ങൾ അടിമകളായി കിടന്നെങ്കിലും ഒടുവിൽ അടവുകൾ പലതും പറവും പയറ്റെങ്കിലും ഒടുവിൽ ദൈവം പിടികൂടുക, സംഹാരബാധ അയക്കാൻ പോകുക. ആദിജാതന്മാർ മാറ്റപ്പെടുന്ന രംഗം വരാൻ പോകുക. ആദിജാതന്മാർ മാറ്റപ്പെടാതിരിക്കാൻ ഒരു പ്രമാണം വെച്ചു, ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തലയാചരിക്കണം. ആബീമ മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായിരിക്കണം 10-ാം തീയതി ഒരു ആട്ടിൻകുട്ടിയെ തെരഞ്ഞെടുക്കണം. ആട്ടിൻകുട്ടിക്ക് യോഗ്യത കൊണ്ട് 12:5 പുറപ്പാട് പുസ്തകം 12:5 ആട്ടിൻകുട്ടിയുടെ യോഗ്യത കാണുന്ന ആടിനെയെല്ലാം പിടിച്ച് കണ്ടിക്കരുത്. വീടൊന്നിനൊരു ആട്ടിൻകുട്ടി ഏതാണ്ട് കണക്ക് പറയുന്നത് 6,03,351 ആട്ടുകൊറ്റനെ വേർതിരിച്ചെന്ന. കാരണം സംഖ്യാപുസ്തകത്തിൽ കുടുംബക്കണക്ക് അങ്ങനുണ്ട്. ഈ കണക്കും പ്രകാരം 6,03,351 ആട്ടുകൊറ്റനെ വേർതിരിച്ച് വീടൊന്നിനൊരു ആട്ടിൻകുട്ടി കാണുന്ന ആടിനെയെല്ലാം പിടിച്ച് കണ്ടിക്കരുത്. ആടിന് യോഗ്യത കൊണ്ട് 12:5 വായിച്ചേ മോളെ. പുറപ്പാട് 12:5. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ളതും ആണമായിരിക്കണം. കോലാടോ ചെമ്മരിയാടോ ആക വിസ്തരിക്കാൻ നേരമില്ല. ഈ ആട്ടിൻകുട്ടി മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തുവിന് നിഴല. കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, പാപമില്ലാത്ത കുഞ്ഞാട്, പാപം തീണ്ടാത്ത കുഞ്ഞാട്, പാപം ചെയ്യാത്ത കുഞ്ഞാട്, നിർദോഷൻ നിർമ്മലൻ പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ, മോശയിലും വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തേക്കാൾ വലിയവൻ, യാതൊരു ഊനമില്ലാത്ത കുഞ്ഞാട്. അത് യേശു ക്രിസ്തു മാത്രം. ഹല്ലേലൂയ. ഈ ആട്ടിൻകുട്ടിയെ 14-ാം തീയതി സന്ധ്യാസമയത്ത് കണ്ടിച്ച് ഇതിന്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈ സോപ്പ് ചെടിയെടുത്ത് കെട്ടെടുത്ത് കിണ്ണത്തി മുക്കി കട്ടിലക്കാർ രണ്ടിന് കുറുമ്പടിമേൽ പുരട്ടണം. കാല് ചെരുപ്പിട്ട് കയ്യിൽ വടി പിടിച്ച് അരമുറുക്കി സ്തോത്രം. ഈ കുഞ്ഞാടിന്റെ മാംസം തീയിൽ ചുട്ട് കയ്പുചീരയും കൂടെ കൂട്ടിപ്പിടിച്ച് പുളിപ്പില്ലാത്ത അപ്പം കൂടെ ചേർത്ത് ഒരു പിടി ഒരു കടി വായിച്ച മോളെ. പുറപ്പാട് 12:7. പെട്ടെന്ന് നേരമില്ലാത്ത കൊണ്ട് ഞാനങ്ങ് അടങ്ങുക. ഇപ്പം നിങ്ങൾ ചിന്തിക്കും നേരം പോയത് താമസിച്ച് താനല്ലയോ വന്നത്, ഞങ്ങളല്ല ഇവിടെ 6 മണിക്ക്, അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. വായിച്ചു. അതിന്റെ രക്തം കുറെ എടുത്ത് അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടിന്റെ കട്ടളക്കാൻ രണ്ടിലും കുറുമണിമേലും പുരട്ടണം. അന്ന് രാത്രി തന്നെ തീയിൽ ചുട്ടതായ മാംസവും തിന്നണം, പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം, കയ്പ് ചീരിയോടുകൂടി അതിനെ തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയോ ഇതിനെ തിന്നരുത്. ഇതാ പ്രമാണം. പച്ചയ്ക്ക് തിന്നരുത്, വെള്ളത്തിൽ പുഴുങ്ങി തിന്നരുത്. തിന്നുമ്പോ കയ്പ് ചീര വേണം, പുളിപ്പില്ലാത്ത അപ്പം. ഉപദേശപ്പച്ചൊന്നും കാണരുത്. ഇത് കത്തതയുടെ മാർഗം കൂടെ കൂട്ടിപ്പിടിച്ച് ഈ കുഞ്ഞാടിനെ തീയിൽ ചുട്ടങ്ങോട്ട് ഭുജിക്കണം. ചുട്ടു തിന്നുന്നതൊക്കെ ബുദ്ധിമുട്ടാ, പക്ഷെ ചുട്ടു തിന്നുന്നവനെ കണ്ടാലറിയാം, വാട്ടി തിന്നുന്നവനെയും കണ്ടാലറിയാം, മസാല ചേർത്ത് കഴിക്കുന്നവനെ കണ്ടാലറിയാം. ഇപ്പൊ പിന്നെ മസാലയില്ല, സോസാ. ഹോട്ടലിലൊക്കെ ചെന്നാൽ സോസാ. അത് മേശപ്പുറത്ത് ഇങ്ങനെ ഓരോ കളർ, പച്ച കളറ്, മഞ്ഞ കളറ്, ചുമന്ന കളറ് വേറെ ഉണ്ട്. അപ്പം നമ്മൾ 5-8 പേര് വട്ടം ഇരിക്കാനും നമുക്ക് ഇഷ്ടമുള്ള കളർ എടുത്ത് ഞെക്കുക. ഇപ്പം സഭയിലൊക്കെ അങ്ങനെ ഇഷ്ടമുള്ള പുള്ളിക്ക് പച്ചയാ ഒരു ഞെക്ക്, അപ്പം അപ്പുറം ഇരിക്കുന്ന പുള്ളിക്ക് ചുമന്നതാ ഒരു ഞെക്ക്, ഇപ്പുറം ഇരിക്കുന്ന പുള്ളിക്ക് മഞ്ഞയാ. ഏതുണ്ടല്ലോ, സോസ് കൂട്ടിയല്ലേ കഴിക്കുന്നേ. കൺവെൻഷനാണെങ്കിലും വിളിച്ചാൽ ഉപദേശം ഐക്യമുള്ളവരെ വിളിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ഇഷ്ടം പോലെ സോസ് ഉണ്ടെന്ന്. എടാ, പെന്തിക്കോസിനൊരു ഉപദേശമുണ്ട്. രക്ഷ, മാനസാന്തരം, രക്ഷ, സ്നാനം, അഭിഷേകം, വേർപാട്, തിരുമേശ, കൂട്ടായ്മ, അപ്പോസ്തലിക ഉപദേശം, വേർപാട്. അതാ ഉപദേശം. ഇതിപ്പോ ഓരോരുത്തരുടെ ഇംഗിതത്തിനനുസരിച്ച് ഉപദേശം തെറ്റിക്കുന്നവരെ ശക്തരായ ശക്തന്മാർ. ഞങ്ങളുടെ സഭയിൽ ഒരു തള്ള പറഞ്ഞു, ആരാടാ ഈ ശക്തൻ? ശക്തൻ ഒരുവനേ ഉള്ളൂ. ഈ വരുന്നെല്ലാം ശക്തൻ. ശക്തൻ പനി പിടിച്ച് തന്നോ ശക്തൻ? 5-ാം പനി കോവിഡ് വന്നപ്പോൾ ശക്തനല്ല, കോവിഡ് വന്നപ്പോൾ ശക്തനല്ല. ഒരു ശക്തനെ നമ്മൾ മിണ്ടുന്നില്ലല്ലോ. എടാ, സർവശക്തന് ഒരുവനേ ഉള്ളൂ.
അല്ല വിളിച്ച് ഉപദേശം ഐക്യമുള്ളവരെ വിളിക്കുന്നല്ലോ. ഒരുത്തൻ തെള്ളിയിടുന്നവൻ, ഒരുത്തൻ ഉരുട്ടിക്കൊണ്ട് നടക്കുന്നവൻ, ഒരുത്തൻ ഛർദ്ദിപ്പിക്കുന്നവൻ, ഒരുത്തൻ പറഞ്ഞ് ബർമട ഇട്ടോണ്ടും കർത്തമേശ എടുക്കാം. ഞാൻ ചുമ്മാറൊന്നും പറയല്ല. അച്ഛൻ എന്നാ മുഖം പൊത്തിയിരിക്കുന്നേ? എന്തേലും ഉണ്ടേ ഇപ്പൊ അങ്ങ് പറയണം, ഞാൻ പോയി കഴിഞ്ഞൊന്നും പറയരുത്. എനിക്ക് ഇതൊന്നും ആരെ അങ്ങനെ ആ വിഷയത്തിൽ പേടിയില്ല. ഞാൻ എന്നാ പേടിക്കാനാ? ഞാൻ ഈ ദിവസങ്ങളിൽ ശരിക്ക് പ്രാർത്ഥിച്ച് ബലപ്പെട്ട എനിക്ക് അവസരം കിട്ടുന്നിടത്തെല്ലാം തീർത്ത് എനിക്ക് വെളിപ്പെട്ടതും അനുഭവിച്ചതും അറിഞ്ഞ് തീർത്ത് പറഞ്ഞേച്ചു പോ. നീ വിളിക്കോ വിളിക്കാതിരിക്കോ കേട് പോടാ നിന്റെ പാട്ടിന്. ഇത് ഉപദേശം കറക്റ്റ് പറഞ്ഞിരിക്കണം. നീ മിണ്ടുകോ മിണ്ടാതിരിക്കോ ദോത്ര കാഴ്ച തരിക, ദൈവം വിളിച്ചെങ്കിൽ ദൈവം നടത്തിക്കോളും. നീ ശരിക്കും ഇരിക്കുന്നിടത്ത് തുള്ളിക്കൊണ്ട് തരും. ഏത് കൊലകൊമ്പൻ്റെ ഇരിക്കുന്ന സാധനവും തട്ടിപ്പറിക്കുന്ന ആളാ കാക്ക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ ഒരു അപ്പക്കഷണം കൊടുത്ത് പുള്ളിയെ ഇരുത്തുക. പുള്ളി ശ്രദ്ധിച്ചില്ലെങ്കിൽ അന്നേരം കാക്ക പിണറായി വിജയനാണെന്നും കാക്ക രാമൻ കാക്കയ്ക്ക് വിജയം വല്ലം വിഷയം വന്നോ? ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവരുടെ കയ്യിൽ ഇരുന്നാലും കാക്ക തട്ടിപ്പറിക്കും. പിന്നെ കൊട്ടാരക്കര സെൻട്രൽ പാസ്റ്റർ, കൗൺസില്, അന്നേരം കാക്ക. പിന്നെ കാക്കയെന്ന് പഠിക്കേണ്ട ഒത്തിരി കാര്യമുണ്ടെന്നാ. കാക്കയുടെ ഒരു കാര്യം, ലോകത്തിലൊരുത്തനും വിശ്വാസമില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഉടനെ കാക്ക പോവും. നമ്മൾ മുട്ടിൻ്റെ ഇവിടെ ചൊറിയാൻ കുനിഞ്ഞതാ. കാക്കക്കാര് അപ്പോൾ കാക്ക നല്ല ശ്രദ്ധയോടെ ഇരിക്കുള്ളൂ. ഏതെങ്കിലും കാക്ക മമ്മി ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴും നല്ല ശ്രദ്ധയോടെ ഇരിക്കുള്ളൂ. ആരുടെ കയ്യിരിക്കുന്നതും സ്തോത്രം. അപ്പൊ ഇങ്ങനെയുള്ള ഈ കാക്കയെ അയ്യോ ഒരു ദിവസം വിളിച്ചു പറഞ്ഞ് ഉപദേശി കരിയത്തിൻ്റെ അവിടെ ഇരിപ്പുണ്ട്, രാവിലെ അപ്പം കൊണ്ട് കൊടുക്കണം, വൈകിട്ടും കൊണ്ട് കൊടുത്തോണം. ഉണ്ടോ? നീ പ്രാർത്ഥിക്കുന്നവനാന്ന് നീ ഇരിക്കുന്നിടത്ത് കാക്കയുടെ കൊണ്ട് തരും. ദൈവം വിശ്വസ്തനാ. നീ ദൈവത്തിന്റെ വചനത്തിനും പ്രമാണത്തിനും മുഖം നോക്കാതെ അങ്ങോട്ട് നിൽക്ക്. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. അവിടുന്ന് തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, അവിടെ നിന്ന് അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ തോളിലുള്ളവനായ യേശു ക്രിസ്തു. ഞാൻ ഒരു സംഭവം ഇരുത്തിക്കൊണ്ട് പുകഴ്ച പറയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ഒരു സഹോദരൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പം അവർ 2-3 പേര് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരാം. അപ്പം എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾക്ക് തിരുവല്ലയിൽ അധികം പരിചയമില്ല, നമ്മുടെ ഹോട്ടലിൻ്റെ പേരും മറന്നുപോയി, സുധിയുടെ ബിഗ് മൗത്ത്, ഞാനിത് പറഞ്ഞാൽ തെറ്റും, അവിടെ ഞങ്ങൾ കാണും. ഞാൻ പറഞ്ഞു ഞാൻ വരാം. അപ്പം ഞാൻ ചെന്ന് അവരെ കണ്ടു, വർത്താനം പറയുക, കഴിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചേച്ചാ വന്നത്, അതുകൊണ്ട് എനിക്ക് കഴിക്കുന്നില്ല, കുടിക്കാൻ എന്തെങ്കിലും ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് അവരിപ്പോൾ നിർബന്ധിച്ച് കഴിച്ചേ ഒക്കുള്ളൂ. ആട്ടെ, ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു വിഷയത്തിൽ ആ ദിവസം വളരെ ഭാരപ്പെട്ടിരിക്കുക. ആരോടും പറയത്തില്ല കേട്ടോ, ഭാരപ്പെട്ടിരിക്കുക. അപ്പം ഞാൻ അവർ കഴിച്ച് തിരിച്ചിങ്ങോട്ട് വന്നപ്പം പുള്ളിക്ക് ഇഷ്ടപ്പെടുകയില്ലായിരിക്കും എന്തിനാ അതൊക്കെ ഇവിടെ പറയുന്നെന്ന്. ഞാൻ തിരിഞ്ഞു വന്നപ്പം അച്ചായനെ കണ്ടു. പിന്നെ മരത്തിനാല് ഞാൻ കണ്ടു. പുള്ളി എണ്ണുന്നുമില്ല, നോക്കുന്നുമില്ല, കയ്യിലെ പോക്കറ്റ് കൈയിട്ടേച്ച് എന്നോട് തന്നു. ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് വേണ്ട, ദൈവാത്മാവിനോട് പറഞ്ഞെന്ന്. ഞാൻ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടോ അത് കൃത്യം കൊടുത്തു. മനസ്സിലായോ? ഒരു അനുഭവം പറഞ്ഞതാ. ഇതുപോലെ ഇവർക്കൊക്കെ 100 അനുഭവങ്ങളുണ്ട്. ദൈവമാണോ നിന്നെ വിളിച്ചത്? നീ ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ട് തരും. ദൈവം വിശ്വസ്തനാ. അതുകൊണ്ട് ഉപദേശം തീർത്ത് പറഞ്ഞോണം. ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ, കാണുകയോ കാണാതെ നമ്മുടെ വിഷയമല്ല. അവൻ വിളിച്ചത് ദൈവം, അവനെ പുലർത്താൻ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ അധികം വിവരിക്കുന്നില്ല. അവൻ സ്തോത്രം. ഇത് കയ്പുചീര കൂട്ടിപ്പിടിച്ച് പുളിപ്പില്ലാത്തപ്പം ഇതിനകത്ത് ദുരുപദേശമൊന്നും കയറരുത്. സ്തോത്രം. ആൾക്കാരെന്തോ അത് നമ്മുടെ വിഷയമല്ല. സ്വർഗമാ പ്രതിഫലം തരുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആ പ്രതിഫലം വാങ്ങുന്നത്. ഇവിടെ അവൻ പ്രതാപവും അവൻ അതും ഇതുമൊക്കെ നോക്കി താനോ മാനയും മകിമയും കസേര നോക്കി നീ കുഴയരുത്, അങ്ങ് ചെല്ലുന്നതാ വിഷയം.
അപ്പോൾ ഇവര് മിസ്രയീം പുറപ്പെട്ടു വന്ന് എന്ന് പറഞ്ഞാൽ കുഞ്ഞാടൻ കറുത്ത് ചോരത്തളി ആചരിച്ചു. അവൻ തീയിൽ ചുട്ട മാംസം ഇവര് ഭക്ഷിച്ചവരാ. സ്തോത്രം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് യേശുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച് അവിടുത്തെ പരിശുദ്ധ രക്തം, പാപമില്ലാത്ത രക്തം, പുണ്യാഗ രക്തം, വിലേറിയ രക്തം, ഹാബേലിന്റെ രക്തത്താക്കാലം ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തം, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടവ തളിക്കുന്ന പശുപസവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുവിന്റെ പരിശുദ്ധ രക്തം, ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായവര് അവരാ മിസ്രയീം വിട്ടുപോന്നവർ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ചേർത്ത് പറയാ, ഇവര് ചെങ്കടല് കടന്നതാ. സ്നാനം, റോമാലേഖനവും കൊരിന്ത്യലേഖനവും പത്രോസിന്റെ ലേഖനം കൂടെ ചേർത്തിട്ടെന്ന് പറഞ്ഞാൽ ചെങ്കടല് സ്നാനം. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എങ്ങനെ? വെള്ളത്തിൽ മുങ്ങി, അതാ സ്നാനം. എങ്ങനെ? പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, യേശുനാമത്തിൽ അല്ല. ആണെങ്കിൽ ഇപ്പൊ പറയണം, അല്ലെങ്കിൽ ഇപ്പൊ പറയണം. രണ്ടിലൊന്ന് ഇപ്പൊ അറിഞ്ഞാൽ ഞാനും പോകുന്നുള്ളൂ. മിണ്ടുന്നില്ലല്ലോ. നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അങ്ങനെ തന്നെ, അതാ ഉപദേശം. ഇത് തന്നെ ഉപദേശം. സ്തോത്രം. ഇതിനപ്പുറം വേറെ ഉപദേശം ഉണ്ടെങ്കിൽ നാളെ ആരെങ്കിലും പറഞ്ഞോണം, തീർത്ത് പറയണം. നീ അഭിഷേകം പ്രാപിക്കണം. തമ്പാറിനിട്ടിരിക്കുമ്പോ ഞെട്ടുകല്ല, വെട്ടുവാനം എന്ന കന്നാലിയെ പോലെ. അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്യഭാഷ ആരുടെ കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാ. നിന്നെന്ന് ചിലര് പറയുന്നു, തർക്കിക്കാൻ ഞാനില്ല, നിന്നിട്ടില്ല, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. മറുഭാഷ പറയുന്നത് വ്യക്തികളോടല്ല, ദൈവത്തോടാ. പണ്ടൊരു തള്ള എന്നോട് പറഞ്ഞു, മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു, തള്ള നിങ്ങളോടല്ല പറഞ്ഞത്, അന്യഭാഷയിൽ സംസാരിക്കുന്ന തള്ളയോടത്രേ, അല്ല ദൈവത്തോടത്രേ. തള്ളക്ക് ഇതെല്ലാം അറിയണമെന്ന് പറഞ്ഞ അല്ല, ഓരോ സൂക്കേട്. ഇത് ദൈവത്തോടാ ഇത് പറഞ്ഞ. ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുക. ആരും തിരിച്ചറിയുന്നില്ല. അങ്ങനെ തന്നെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. ആത്മശക്തിയിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. ഇതാ ഉപദേശം. അപ്പൊ ഈ ആഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം, ഇവർ രക്ഷിക്കപ്പെട്ട് സ്നേഹപ്പെട്ട് മറുകര കയറിയ ദൈവമക്കളാ. ഒരാഭിചാരവും നിന്നെ തൊടുകയല്ല. നീ രക്ഷിക്കപ്പെട്, നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്, പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുങ്ങി ആത്മശക്തി ഏറ്റെടുക്ക്. ഒരു ശക്തി നിന്നെ തൊടുകയല്ല. ആ വിചാരം യാക്കോബിന് പറ്റത്തില്ല. ഒരു വാക്യം കൂടെ വായിച്ച് പ്രസംഗം നിർത്തുക, അല്ലെങ്കിൽ ഇന്ന് പോയി പറ്റുണ്ടാകുകയല്ല. നാളെ സഭായോഗം ഉണ്ടല്ലോ. ഞാനൊരു 10-15 കൂട്ടം കാര്യം നോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത് പറയുന്നില്ല. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഗുണമാകാനാന്ന് ഇത് മതിയല്ലോ. പിന്നെ ഒരു വാക്കൂടെ വായിച്ചോ മോളെ. ആ വിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം, ഇവര് മിസ്രയീം പുറപ്പെട്ടു വന്ന ദൈവമക്കളാ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നേഹപ്പെട്ട് മറുകര കയറിയവരാ. അവരെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു ആഭിചാരം നിനക്ക് പറ്റുകയില്ല. ഇനി ആഭിചാരം പറ്റാത്തതിന്റെ രണ്ടാമത്തെ കാര്യം മോളെ, ഇവരുടെ പ്രത്യേകത 22ാമത്തെ വാക്യത്തിന്റെ 2ാമത്തെ ഭാഗം വായിച്ചേ. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. മതി. അതാ ആഭിചാരം വെക്കാത്ത. കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. ഇത് ഞാൻ 2 കാര്യം പറഞ്ഞേച്ച് പോകാം. ഏതായാലും ഞാൻ താമസിച്ചു വന്നു, നിങ്ങൾ ക്ഷമിച്ചു. ഇച്ചിരി താമസിച്ച് നിർത്തും, അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ ചിലർ പറയും അയാളുടെ തോടിൽ അതാന്ന് പറയും. ഇന്നാളൊരാൾ പറഞ്ഞു അയാൾക്ക് വെളിവും ബോധമൊന്നും ഉള്ളവനല്ലെന്ന്. അതാ കറക്റ്റാ പറഞ്ഞത്. വെളിവില്ലാതെ തന്നെ ഇങ്ങനെ ഇടയിൽ കൂടെ വിടുന്നത് കൊണ്ട് ചിലർക്കെങ്കിലും വെളിവ് ഉണ്ടാകട്ടെ. എല്ലാവരും വെളിവുള്ളവരാന്നേ. അപ്പൊ എന്തായാലും അതുകൂടെ പറയാം. ആഭിചാരം പറ്റാത്തതിന്റെ 2ാമത്തെ കാര്യം, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ ഈ സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 22ാമത്തെ വാക്യത്തിന്റെ 2ാമത്തെ ഭാഗത്തിൽ ഇവരെ പറ്റി പരാമർശിക്കുക, കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടെന്ന്. എന്നാൽ 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഇവർ ക്ഷീണിച്ചെന്നാണ് എഴുതിയേക്കുന്നത്.
വായിച്ച 21:4 മുതൽ. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്ന. ഇതൊക്കെ നിന്ന് പറയേണ്ടതാ, ഓടിച്ചു പോകുക. അപ്പോൾ ആ കണ്ണിക്കകത്ത് കൊടുത്ത് ഇവർ ക്ഷീണിച്ചു. 21:4 ക്ഷീണിച്ചവരെ പറ്റി 23:22 പറയുക, കാട്ടുപോത്തിന് തുല്യ ബലം വന്നെന്ന്. അപ്പൊ 21 ക്ഷീണിച്ചവര് അങ്ങനെ ക്ഷീണിച്ച് അസ്തമിച്ചില്ല. 23 ഇവര് ബലപ്പെട്ടു. ഇന്ന് രാത്രി ക്ഷീണത്തോട് ആരെങ്കിലും വന്നെങ്കിൽ നീ അങ്ങനെ തിരിച്ചു പോകരുത്. ഇന്ന് രാത്രി ബലപ്പെട്ട് വേണം തിരിച്ചു പോകാൻ. തളർന്നും തകർന്നും മനോവേദനയോടെ വിഷണ്ണ മനസ്സോടെ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ തിരിച്ചു നീ അങ്ങനെ പോകരുത്. നിന്നെ ശക്തീകരിക്കുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ, നിന്നെ ധൈര്യപ്പെടുത്തുവാൻ, നിന്റെ ക്ഷീണങ്ങൾ മാറ്റുവാൻ മതിയായവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. 21 ക്ഷീണിച്ചു, പക്ഷെ 23 ക്ഷീണിക്കാൻ കാര്യം ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, നല്ല മന്നയല്ലേ കൊടുത്ത്. എൻ്റെ പൊന്നോ, മന്ന ആ സ്വർഗീയ ജനം ശക്തിമാന്മാരുടെ അപ്പം തിന്ന സ്വർഗീയ ധാന്യമാണ്. ദൂതന്മാർക്ക് ദൈവം കൊടുത്ത ബ്രെഡായിരുന്നു മന്ന. കൊത്തമ്പാലരി പോലെ വെള്ള നിറവുള്ളത് തേൻ കൂട്ടി ചേർത്ത ദോശ കൊടുത്ത് രുചി. മന്നയെ പറ്റി 3 സ്ഥലത്ത് വായിച്ചോ മോളെ. പുറപ്പാട് 16:31, സംഖ്യ 11:8, സംഖ്യ 21, ഇപ്പം വായിച്ച 4. പെട്ടെന്ന് പുറപ്പാട് 16:31 മേളിലെ എടുത്ത് വെച്ചത് മേളിലെ. ഇസ്രായേലർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കിട്ടി ചേർത്ത് ദോശ കൊടുത്ത് രുചി, നല്ല തേൻ ചേർത്ത ദോശ. ഇനി സംഖ്യ 11:8 വായിച്ചേ. സംഖ്യ 11:8 പെട്ടെന്ന്. ജനം നടന്നു പെരുക്കി. സംഖ്യ 11:8 വായിച്ച മോളെ. ജനം നടന്ന് പെരുക്കി തിരികെ പിടിച്ചിട്ടോ ഉരുളിലിടിച്ചിട്ടോ കലത്തി പിടുങ്ങിയിട്ട് അപ്പം ഉണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ. അപ്പോൾ ഇത്രയ്ക്ക് ശ്രേഷ്ഠമേറിയ ഭക്ഷണമാണ് മന്ന, ശക്തിമാന്മാരുടെ അപ്പം. ഇത് കഴിച്ചാൽ എങ്ങനെയാ ക്ഷീണിക്കുന്നേ? പക്ഷെ ഇവര് ക്ഷീണിക്കാൻ കാര്യം ഈ മന്നയ്ക്കെതിരെ ഇവര് മന്നയെ ആക്ഷേപിച്ചു. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാണ്. ഉള്ളിൽ നിന്ന് ഊപ്പാട് വന്നവനെല്ലാം നല്ല ഭക്ഷണം കൊടുത്ത ഇവനെല്ലാം കുന്തളിപ്പ്. ഇവനെല്ലാം വെളുത്തുള്ളിയും കൊച്ചുള്ളിയും തപോളയും നിന്ന് അടിച്ച് ഇവന്റെ എല്ലാം വായി നാറി പരുവക്കേടായി. അങ്ങനല്ലേ? ഉളുമ്പ് പോകാത്ത മീനും അടിച്ച് വായിച്ചാ മോളെ. ഞാൻ തെളിയിക്കാം. 11:4 വായിച്ച സംഖ്യ. വചനത്തിലൂടാകുമ്പോ എന്റെ കൊങ്ങായിക്കാരും പിടിക്കുകയല്ലോ. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ഗുണമല്ല സമ്മിശ്രം. പെന്തിക്കോസാന അത് വല്ല സമുദായമാണോ? അതായത് സമ്മിശ്രം. ബിയ തമ്പി പണ്ട് പറയുന്നത് കിണറാന്നോ അത് വല്ല കുളവാന്നോ അതുമല്ല കൊളറ്. കിണർ വല്ല കുളവല്ല കൊളറ്. പണ്ട് തീവണ്ടി യാത്ര ചെയ്തപ്പോൾ ഒരു സഹോദരൻ കൂടെ വന്ന് അവന്റെ സഹോദരൻ ഇവൻ കഞ്ചൂസ പിശുക്കൻ. അപ്പൊ അവന്റെ കസിനോട് ഞാനും ഉണ്ട്. അവൻ ചോദിക്കുന്നു, സുജനെ ചായ വേണോ? വേണ്ടല്ലോ. എങ്ങനെയുണ്ട് അവൻ? മിടുക്കനാ. ചായ വേണോ? വേണ്ടല്ലോ. അത് രണ്ടും അവനാ പറഞ്ഞേ. അപ്പൊ ഇവന്റെ കസനല്ലേ, അവൻ അതിലും മിടുക്ക. അവൻ പറഞ്ഞു, അച്ഛാ വേണ്ടണം. രണ്ടിനും ഞാൻ മേടിച്ചു കൊടുത്തു. രണ്ടും പരിവക്കാടാന്ന് എനിക്ക് തോന്നി. ഇവര് അവൻ സ്തോത്രം ഈ സമ്മിശ്രജാതി ഗുണമല്ലെന്നേ. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി മുഴുവൻ ദുരാഗ്രഹികളെ വായിച്ച മോളെ. ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് വീണ്ടും കൂടെ ഇങ്ങനെ മുതല കണ്ണീരാന്ന് ചുമ്മാനാന്ന് കരച്ചല്ലെന്ന് ചുമ്മാ ആക്ഷനാ. നമ്മൾ ചില കർത്തമേശയ്ക്ക് ചുമ്മാ ആക്ഷൻ കാണിക്കല്ലോ. അപ്പോ ഭയങ്കര ടോർപ്പിടോ വെച്ചാ ചുമ്മാ വൈബ്രേഷൻ. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ തെറ്റി വച്ച. കൂട്ടുവേലക്കാരനും സെന്ററിലുള്ളവർക്കും കൂടെയുള്ളവർക്കും നല്ല അമറൻ ടോർപ്പിട വെച്ചാ നിന്ന് വിറയ്ക്കും. എന്നൊക്കെ എന്നെ 5ാം പനിയാന്നോ? ദൈവം തമ്പുരാൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക.
ഇവര് സമ്മിശ്രയാനും മുഴുവൻ ദുരാഗ്രഹികളായി ആ ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും പിന്നെ ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില ആ കൂടാതെ കാശ് മുടക്കി ഒന്നും തിന്നിട്ടില്ല, അത് വില കൂടാറാ. സൊളിവിൽ പണ്ട് വീട്ടി ജോസഫ് അപ്പച്ചൻ പറയായിരുന്നു, മാത്തന് പോത്ത് സൊളിവിൽ, മാത്തനൊരു പോത്ത് സൊളിവിൽ തിന്നിട്ടുള്ള മത്സ്യം വെള്ളരിക്ക മത്തങ്ങ ഉള്ളി ചുവന്നുള്ളി ചിറ്റുള്ളി എന്ന് പറഞ്ഞ വെളുത്തുള്ളി സവോളയും കൊച്ചുള്ളി ഉള്ളി എല്ലാം നൂപ്പാട് വന്ന യവനെ ഈ മാർഗത്തിൽ വന്ന് മന്നയെല്ലാം കൊടുത്തപ്പോ ഇവനെല്ലാം കുത്തല് തുടങ്ങി. കുന്തളിപ്പ് ഈ ചാണകപ്പുഴു നോളയ്ക്കുന്നത് പോലെ. എടാ, നിനക്ക് നല്ലൊരു വീടില്ലായിരുന്നു, നീ പെന്തിക്കോസി വന്ന് ദൈവത്തെ വിളിച്ചുകൊണ്ടാ വീട് തന്നത്. നിനക്കിപ്പൊ കുത്തല് തുടങ്ങി. നിനക്കൊരു കുറ്റി സൈക്കിൾ പോലും ഇല്ലായിരുന്നു, കുറ്റി സൈക്കിള്. വല്ലവന്റെ കാറിന്റെ പുറകെ ഓടി. പഴയ ബന്ധുക്കോസുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാശുള്ള ബന്ധുക്കോസുകാർ കുറച്ചേ ഉള്ളായിരുന്നത്. കൊട്ടാരക്കര സൈഡ് അലൈഡ് ലൂക്കാച്ചായനും 56 കുഞ്ചായനും പിന്നെ കുറച്ച് പേര്, അങ്ങോട്ട് പാതിയപ്പള്ളി കുഞ്ഞവറാച്ചൻ, പിന്നെ കലയപുരത്ത് മത്തായിച്ചനെ, പാളത്തി പീലിപ്പോച്ചനെ. നിങ്ങളെല്ലാം സ്തംഭിച്ചിരിക്കുന്ന ഞാൻ പിന്നല്ലാതെ വളരെ അങ്ങൂലിപരിതമായി. കുമ്പനാട്ടും പണ്ട് കാറ് 2 പേർക്കായിരുന്നു. സാറപ്പച്ചൻ സ്വീഡനിൽ പോയപ്പോൾ 2 കാറ്. അത് മെഡിവേലി ചെറിയാച്ചായന് ഒരു കാറും സാറപ്പച്ചനും ഒരു കാറ്. അതിലൊരു കാർ ഇടിച്ച് തവിടി പൊടിയായി. അത് പിന്നെ അങ്ങ് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. അതൊക്കെ അറിയാമല്ലോ. എന്നെ കൊണ്ട് എന്തിനാ ഇത് പറയിപ്പിക്കുന്നത്? പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം കാറ് മഴക്കാറായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും കാറുണ്ട്, പാർക്കിങ്ങിന് പോലും. നല്ല കാര്യം, എല്ലാവർക്കും കാറ് കിട്ടട്ടെ. പക്ഷെ ഇത് കിട്ടുമ്പോൾ നീ കുന്തളിക്കരുത്. നീ ഒന്നുകൂടെ വിനയപ്പെട്ടോണം. നല്ല വീട് പണിത് പാർക്കണം. അന്നേരം ദൈവസന്നിധി വിനയപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നല്ല വീട് തന്നിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് അതിനെ യോഗം വെക്കാൻ, അല്ലാതെ വാല് മുറിച്ച പട്ടിയായിട്ട് വളർത്തി അല്ല ഇതിനെ പട്ടി കടിച്ചാകും. പന്ന പട്ടി കടിച്ച് ഇതിനെ കുടഞ്ഞ് ദൂതനില്ലല്ലോ. കാരണം എഴുതി വെച്ച പട്ടിയുണ്ട്. ഗബ്രിയേൽ മീകായിൽ വന്നപ്പോൾ എന്നാ ഇവിടെ കയറാം, നമ്മുടെ വിശ്വാസം. പട്ടിയുണ്ട്. അപ്പൊ മീകായിൽ പറഞ്ഞു, ഞാൻ വരുന്നില്ല, പട്ടിയുണ്ട്, പട്ടി അമ്മാമ്മയും അച്ഛനും ഉണ്ട്, ഞാൻ തെക്കോട്ട് പോകാന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? അവിടെ ഈ കിച്ചണിടെ കഴിഞ്ഞു പോയാൽ മതി, എങ്ങോട്ട് പോവുക? നിന്നെ ദൈവം നടത്തുന്ന വിധങ്ങൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ ഉള്ളിൽ നിന്ന് ഊപ്പാട് വന്നവനെല്ലാം ദൈവം തമ്പുരാൻ സ്വർഗീയ ധാന്യം കൊടുത്ത് ഭക്ഷണമെല്ലാം കൂടെ കൊടുത്ത് ഇവനെല്ലാം കുത്തല്, അഹങ്കാരം. അഹങ്കാരികളോട് ദൈവം എതിർത്താൽ നിങ്ങളികളോട് എതിർത്ത് നിൽക്കും. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ തരുമെന്ന്. ദൈവം നിനക്ക് നന്മ തരുമ്പോൾ, അവകാശം തരുമ്പോൾ, നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം ഉയർത്തുമ്പോൾ, ആദരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കുറച്ചുകൂടെ വിനയപ്പെട്ട് ദൈവസന്നിധി നെടുപ്പാടി വീണ് കിടക്കണം. ഇവർ മന്നയ്ക്കെതിരെ പ്രശ്നമുണ്ടാക്കി. അത് ദൈവത്തെ മന്ന ക്രിസ്തുവിനും വചനത്തിനും നടല. കാരണം മന്ന മേളിൽ നിന്ന് വന്നതാ, ഇത് ക്രിസ്തുവിന് നടല. കാരണം മുകളിൽ നിന്ന് വന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ബാക്കി സകലരും താഴെ നിന്ന് മേളിലോട്ട് പോകുമ്പോ ഉന്നതങ്ങൾ വെടിഞ്ഞ് ഇറങ്ങി വന്നവൻ ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്നു യേശു. അതാ മന്ന. ആ മന്നയെ ആക്ഷേപിച്ചു. മന്ന ചെറുതാ മന്ന. കൊത്തമ്പർ ചെറുതാ, കടുകിന് സമം അല്ലെ മല്ലി ചെറുതാ. അത് വലിയവനായ ദൈവം എന്നെയും നിന്നെയും രക്ഷിക്കാൻ ചെറുതായിട്ട് അവതരിച്ചു. ഒരു മാന്യ സഹോദരന്റെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ ഉരുവായി വലിയവനായ ദൈവം ഈ കാണുന്ന ചരാചരങ്ങളെ അണ്ടകടാകത്ത് ബ്രഹ്മാണ്ടം, കോടിനാണ്ടം, പ്രകടിത ഘടകം, തൽപ്പലാണ്ടം, തൃണാണ്ടം, 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകർ എണ്ണിട്ടുള്ള നക്ഷത്രം ആകമാന സൂര്യൻ 60 കോടി. ഇതൊക്കെ ചമച്ചവൻ അവൻ ചെറുതായി ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഉരുവായി. എന്തിന്? എന്നെയും നിന്നെയും രക്ഷിക്കാൻ ചെറുതായി. ആ ക്രിസ്തു ആ മന്ന. അതിനെ ഇവര് തിരസ്കരിച്ചെന്ന് മാത്രമാണോ? മന്ന വാതുക്കെ കിടപ്പുണ്ട്. മന്ന തപ്പി മയിലുകൾ പോകണ്ട, വാതുക്കല കൂടാരവാതിൽ തുറന്നങ്ങോട്ട് ചെല്ലുമ്പോൾ വാതുക്ക മന്ന എന്ന് പറഞ്ഞ രക്ഷ നിന്റെ സമീപത്താ. രക്ഷ തേടി കിടക്കോട്ടും തെക്കോട്ടും മടക്കോട്ടും ട്രെയിനേ കയറിയും വിമാനത്തെ കയറിയും രക്ഷ തപ്പി കപ്പലേ കയറിയും വള്ളം പിടിച്ചു ഒന്നും പോകണ്ട, നിന്റെ സമീപത്ത് രക്ഷ. ഇത് രക്ഷാ ദിവസം, ഇത് സുപ്രസാദ കാലം. ഇന്ന് രാത്രി രക്ഷകനാകുന്ന യേശുവിന് ഏറ്റെടുക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷ. അതാ മന്ന. ഈ മന്നയെ തിരസ്കരിച്ചാൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. മന്നയ്ക്കെതിരെ ആക്ഷേപിച്ച തമ്പുരാൻ പാമ്പിനോട് പറഞ്ഞു, കേറി കടിയടാന്ന് പറഞ്ഞു.
പാമ്പ് അങ്ങോട്ട് വന്ന് പാളയത്ത് വന്ന് നിന്ദിച്ചവനെയെല്ലാം പാമ്പ് വരുമ്പോൾ IPC ആണോ, ചർച്ച കോഡാണോ, അസംബ്ലീസ് കോഡാണോ പാമ്പ് കടിക്കുന്നേ? എടാ ബോർഡ് നോക്കിയാണോടാ പാമ്പ് കടിക്കുന്നേ? മന്നെ നിന്ദിച്ചവനെ എല്ലാം കടിച്ചു പാമ്പ്. എന്നാ പറഞ്ഞു ഞാൻ IPC നിനക്ക് 3 കടിയുണ്ട്. ഞാൻ ഏജിയാ നിന്റെ ഉച്ചിയിലാ കടിക്കുന്നത്. ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ 4 കടിയുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്വതന്ത്ര പെന്തിക്കോസ നിന്നെ ഊടുപാട് കടിക്കും. ഞാൻ TPM അത് നിന്നെ ഇഷ്ടം പോലെ കടിക്കും. പാമ്പിന് ഇത് വല്ലതും വിഷയമാണോ? നിന്ദിച്ചവനെയെല്ലാം പാമ്പ് കയറി കടിച്ചു. കടി കൊണ്ടിവനെല്ലാം നാടുപാടും ചെതറി ഓടിയപ്പോ തമ്പുരാനോട് മോശ വിളിച്ചു. മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഇടിമി നിൽക്കുക, നീ ഒരു പിത്തള സർപ്പത്തെ ഉയർത്തി കൊടിമരത്തിന്മേൽ തൂക്ക്. അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റവൻ പിത്തള സർപ്പത്തെ നോക്കിയാൽ അവന് രക്ഷ. മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപത്തിനെ ഉയർത്ത്. യേശുവിന്റെ നാമം മഹിമപ്പെടട്ടെ. യേശുവിനെ ഉയർത്ത്. യേശുവിനെ നോക്കിയാൽ നിനക്ക് രക്ഷ. യേശുവിനെ സ്വച്ഛിച്ചു നോക്കിയാൽ നിന്റെ കുടുംബത്തിന് രക്ഷ. യേശുവിനെ ആരാധിച്ചാൽ നിനക്ക് വിടുതൽ. ഇന്ന് രാത്രി ഈ രക്ഷ കൈവരിക്ക. ദൈവത്തിന് മഹത്വം. വിസ്തരിക്കുന്നില്ല. എനിക്ക് അന്തരീക്ഷമെല്ലാം കണ്ട് നിങ്ങളുടെ ഇരിപ്പൊക്കെ നിങ്ങൾ ഇളകുന്നില്ലെങ്കിലും ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വെളുക്കോളം നിൽക്കാൻ അങ്ങ് തോന്നുക. ഞാനാണ് ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മുടെ സഭയിൽ ഒരു വേണ്ടപ്പെട്ട ഒരു അച്ചായന് പാപ്പച്ചായൻ രാവിലെ വെളുപ്പിനെ ഞാൻ സ്വോത്രപ്രാർത്ഥന അതുകൊണ്ട് ഫോൺ വന്നു. ഇവിടെ ഒക്കെ ഭയങ്കര പ്രശ്നം. ഞങ്ങൾ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് അച്ചായനെ രാവിലെ 5 മണിക്ക് മുന്നേ അവിടെ ചെന്ന് അച്ചായന് 5 കഴിഞ്ഞു ഫോൺ വന്നപ്പോൾ 5 ആയി. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഇച്ചിരി ദൂരമാണ്. അവിടെ ചെന്ന് അച്ചായനെയും കൂട്ടി ആശുപത്രിയിൽ ചെന്ന് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി പിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് റാന്നിയിലൊരു ശവസംസ്കാരത്തിന് പോയി. അതിനുശേഷം മാവേലിക്കരയിലെ റോണി ടി ദാനിയൽ അവർ കടന്നു പോയി. അവിടെ ചെന്ന് സെമിത്തേരിയിലും കൂടെ ശുശ്രൂഷ അല്പം ചെയ്യേണ്ടി വന്നു. അതും കഴിഞ്ഞേച്ച് പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് വേറെ 1-2 രോഗികളെ കണ്ട് അതിനുശേഷമാണ് വന്നിരിക്കുന്നത്. നല്ല ക്ഷീണമുണ്ട്, നാളെ തപായമുണ്ട്. എന്നാലും പിന്നെ സ്തോത്രം. കുഞ്ഞോട്ട് ഞാനൊക്കെ അറിയാം. ദൈവത്തിന് മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം പറയാ, ഇവര് മന്നയെ തിരസ്കരിച്ചപ്പോ പാമ്പ് വന്ന് കടിച്ചു. അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റവൻ പിത്തള സർപ്പത്തെ നോക്കിയ രക്ഷ. കാശ് മുടക്കൊന്നുമില്ലെന്ന് രക്ഷപ്പെടാൻ. ഇന്ന സാധനമെല്ലാം കൂടെ വെച്ചേച്ച് നീ നോക്കണമെന്നൊന്നുമല്ല പറഞ്ഞത്. കടി കൊണ്ടവനെല്ലാം നോക്കിക്കോ, നിനക്ക് രക്ഷയാ. ഒരു ഭൗതിക വസ്തു കൊടുക്കണ്ട, ആടിനെയും കൊടുക്കണ്ട, കാളയും കൊടുക്കണ്ട, പുഷ്പവും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, വസ്തുവും കൊടുക്കണ്ട, വീടും കൊടുക്കണ്ട, സ്വോത്രകാഴ്ച കൊടുക്കണ്ട. നീ പിത്തള സർപ്പത്തെ നോക്ക്, നിനക്ക് രക്ഷയാ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്, യേശുവിനെ സൂക്ഷിച്ചു നോക്ക്. ഇവനത്ര മകാനെന്ന് നോക്ക്, രക്ഷയാ. ഈ കടി കൊണ്ട് ഇവരെല്ലാം കൂടെ ചെതറി. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് അത് പറഞ്ഞങ്ങ് നിർത്തുക. കടി കൊണ്ട് ചെതറിയപ്പോൾ തമ്പുരാൻ പിന്നെ ഇവരെ ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു. മോളെ 21:16 വായിച്ചേ. സംഖ്യാപുസ്തകം 21:16. അവിടെ നിന്നവർ ബേരിലേക്ക് പോയെന്ന വൈര് മൈക്ക് കൂടെ വായിക്കും മോളെ. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട്, അവിടെ നിന്നവർ കടി കൊണ്ടെല്ലാം ഊപ്പാട് വന്ന് 4 വശവും ചെതറിപ്പോയി. പരിഹാരമെല്ലാം കൂടെ വന്നപ്പോൾ തമ്പുരാൻ ഇവരെ കൊണ്ടുവന്ന് ബേരിലോട്ട് കൊണ്ടുപോയി. അവിടെ നിന്നവർ ബേരിലേക്ക് കൊണ്ടുപോയി. ഓടിച്ചു വായിരേ. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക. കടി കണ്ടെല്ലാം ചെതറി ഓടി നടക്കുക, ഒന്നിച്ചു കൂട്ടുക. പിന്നെ ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. അപ്പൊ കിണറിന്റെ വട്ടം വന്നു. ഈ ബേരിലെ കിണറിന്റെ വട്ടം വന്നേച്ച് പറഞ്ഞു പിന്നെ ഒന്നിച്ചു കൂട്ട്, കിണറ്റിങ്കരെ ഒന്നിച്ചു കൂടി. ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. അപ്പൊ പിന്നെ ഒരു കാര്യം, കിണറ്റിന്റെ ചവിട്ടി വന്ന് മൊബൈലിൽ കളിച്ചിരിക്കരുത്, കിണറ്റിന്റെ ചവിട്ടി വന്ന് പാട്ട് പാടണം. വായിച്ചേ. ആ സമയത്ത് ഇസ്രായേൽ കിണറേ പൊങ്ങി വാ അതിനെ പാടുവീ. പിന്നെ പ്രഭുക്കന്മാർ കുടിച്ച കിണർ. ഞാൻ വിസ്തരിക്കാൻ നേരമില്ല. ഈ കിണറിന്റെ പ്രത്യേകത പ്രഭുക്കന്മാര് കുത്തിയ കിണറാ. വാക്യങ്ങളെല്ലാം എടുത്താ തെളിയിക്കേണ്ടത് പോകുന്നില്ല. നിങ്ങൾക്കൊക്കെ വചനത്തിൽ നല്ല തിട്ടമുള്ളവരാ. ഈ കിണറിന്റെ പ്രത്യേകത പ്രഭുക്കന്മാര് കുത്തിയ കിണർ. അപ്പോൾ ഈ കിണർ ആര് കുത്തി? ഒറ്റ വാക്കി പറയാ, ഇത് അബ്രഹാം കുത്തിയ കിണറാ. അബ്രഹാം ദൈവത്തിന്റെ പ്രഭുവാ. ഹിത്യര് പറഞ്ഞല്ലോ, സാറാമ്മയുടെ അടക്കത്തിന് അബ്രഹാം ചെന്ന് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടുള്ളൂ മരിച്ചു, ഞാൻ വന്നു പാർക്കുന്നതിനും പരദേശിക്കുമാ ശ്മശാന സ്ഥലം തരണം. അപ്പോൾ അവര് പറഞ്ഞു, യജമാനന് നീ ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രഭുവാ. ആ പ്രഭുവാകുന്ന അബ്രഹാം കിണർ കുത്തിയത്. അടുത്ത വാക്യം എടുക്കുന്നില്ല, എടുത്താ പോയി പറ്റ ഉണ്ടാകുകയല്ല. സ്തോത്രം. പ്രഭുക്കന്മാര് കുത്തിയ കിണർ.
ഇത് അബ്രഹാം കുത്തിയ കിണറാ. എന്തിനാ അബ്രഹാം കിണർ കുത്തിയത്? ഒരു പണിയില്ലായിരുന്ന 3 കിണർ അല്ലല്ല. അബ്രഹാമിനോട് ഉൽപ്പത്തി 15 ദൈവം തമ്പുരാൻ വാഗ്ദത്തം കൊടുത്തു, നിന്റെ സന്തതി 400 വർഷം അടിമകളായിട്ട് തിരിച്ച് 4ാം തലമുറ ഇതിലേ വരും. 4ാം തലമുറ വരുമ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളം കാണണം. അബ്രഹാം വിശ്വാസത്താൽ കിണർ കുത്തി. ആ കിണർ ഫെലിസ്തീനൊക്കെ പിന്നത്തത് മൂടിയെങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തമായതുകൊണ്ട് കിണറ്റിങ്കര വന്ന് പാട്ടുപാടി കിണറെ പൊങ്ങി വാ. ഇവര് കൂടി വന്ന് ഒന്നിച്ച് പാടിയപ്പോൾ കിണർ പൊങ്ങി എന്ന് പറഞ്ഞ വെള്ളം പൊങ്ങി. ആ വെള്ളം പൊങ്ങി വന്നപ്പോൾ അത് കുടിച്ചു. ഇത് കുടിച്ചപ്പോൾ കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടായി. ഇന്ന് രാത്രി ആ വിചാരം നിനക്ക് പറ്റത്തില്ല. എങ്ങനെ കാട്ടുപോത്തിന് തുല്യ ബലം? എങ്ങനെ ഈ വെള്ളം കുടിക്കണം? ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ആൽക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്ത് ഒരു നദി ഉണ്ട്. അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതിന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. അന്യഭാഷയിൽ ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഒരു ആവിചാരവും നിന്നെ തൊടുകയല്ല. ഇന്ന് രാത്രി എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. അവൻ രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട നിനക്ക് ഒരു ദോഷവും വരികയല്ല. പരിശുദ്ധാത്മ നിറവിൽ ആരാധിക്കുന്ന നിനക്കൊരു ദോഷവും വരികയല്ല. ആത്മശക്തിയോട് ആത്മനിറവോട് ഈ പാട്ടുപാടി ബലപ്പെട്ടപ്പോൾ വെള്ളം പൊങ്ങി വന്നു. ഈ വെള്ളം ഇന്ന് രാത്രി കുടിക്കുക. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ഈ വചനത്തിന്റെ നദി ഇന്ന് രാത്രി ഈ നദിയിൽ എല്ലാവരും വന്ന് ധ്യാനം ചെയ്യുവാൻ അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്പസമയം എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈയടിച്ച് പാടാ. മൊത്തം പാടാൻ നേരമില്ല. 2 ചരണങ്ങൾ. ആത്മാവിശക്തിയോടെ ജീവിപ്പാൻ, ആത്മാ നൽവരങ്ങൾ നിത്യം പ്രകാശിപ്പാൻ, ആത്മാവിശക്തിയോടെ ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മനായക നിരന്തരമായ ആത്മദാനങ്ങൾ പകരണമേ. ആത്മനായക കൈയടിച്ച് ചേർന്ന് ആത്മദാനങ്ങൾ പകരണമോ. എല്ലാം അങ്ങ് മഹത്വത്തിനായി, എല്ലാം അങ്ങ് പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങ് മഹത്വത്തിനായി. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ മാതാപിതാക്കൾക്കും ആദരണീയ കർത്തദാസന്മാർക്കെല്ലാം നന്ദി. സമയം ഒത്തിരി പോയെന്നറിയാം, എങ്കിലും നിങ്ങളെല്ലാം സഹകരിച്ചതിന് വളരെ വളരെ നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് നാളെ ഇങ്ങനൊരു യോഗ ഇവിടെ ഇല്ലല്ലോ. ഒരു നിമിഷം എല്ലാവർക്കും നന്ദി. ഒരു നിമിഷം ആ പാട്ടിന്റെ വരി കരങ്ങൾ ഉയർത്തി ഒന്ന് പാടിയാട്ടെ. ഇന്നും എന്നേക്കും വേർപിരിയാതെ കൈയുയർത്തി കരമുയർത്തി ഓ വേർപിരിയാതെ കരങ്ങൾ വീശി ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കേൾക്കുമാറാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. ക്ഷണിച്ച കർത്തദാസന്മാർക്കും ചുമതലപ്പെട്ടവർക്കും നന്ദി. ഓർക്കുന്ന സമയം എളിയവനെ കുടുംബത്തെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.